ഇപ്പൊ നെറ്റ്വർക്കിലൂടെ ഇന്ന് ലോകത്തില് വെൽത്ത് എന്ന് പറയുന്ന സംഭവം, ഞാൻ ഉദ്ദേശിക്കുന്ന വെൽത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം എല്ലാം ഉണ്ടാവും. കൂടുതൽ പണം, അങ്ങനെ വേണമെങ്കിൽ പറയാം. പണം ഏൺ ചെയ്യുന്ന ആളുകൾ അവർക്കൊരു എന്തുണ്ടാവും, ഞാൻ പറഞ്ഞു രണ്ട് രീതിയിലാണ്, ബിസിനസ്സുകാരും ഇൻവെസ്റ്റേഴ്സുമാണ് പണം കൂടുതൽ ഏൺ ചെയ്യുന്നത്. അപ്പോൾ ഒരു കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ പൈസ കൂടുതൽ മേഖലകളിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നു, അവിടുത്തെ റിട്ടേൺസ് കിട്ടുന്നു. റിയൽ എസ്റ്റേറ്റ് ഒരു ഓപ്ഷനാണ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഗോൾഡ്, പല സ്ഥലങ്ങളിൽ അവർ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കൂടുതൽ കൂടുതൽ കാശ് ഉണ്ടാക്കുന്നുണ്ട്. അതിന് പൈസ വേണം കേട്ടോ. ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു സിസ്റ്റം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, അതുപോലെ യൂട്യൂബ്, ഇപ്പൊ ഇതെന്നൊക്കെ പറയുന്നത്, ഇപ്പൊ ഒരു ഫേസ്ബുക്ക് എടുക്കാം. ഇപ്പൊ ഫേസ്ബുക്കിൽ ഇപ്പൊ നമ്മൾ എത്ര സമയമാണോ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നത് അത്രയും സമയം അതിന്റെ ഓണർക്ക് കിട്ടുകയാണ്. ഇപ്പൊ നിങ്ങളൊരു അരമണിക്കൂർ ഒരു ദിവസം ഒരു ഫേസ്ബുക്കിൽ മാത്രം നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അരമണിക്കൂർ എന്ന് പറയുന്നത് മാർക്ക് സുക്കർബർഗ് എന്ന് പറയുന്ന വ്യക്തിയുടെ വരുമാനം. ക്ലിയർ? പക്ഷെ നിങ്ങൾക്ക് അതിന് സർവീസ് അവർ തരുന്നുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ യൂസ് ചെയ്യുന്ന സമയത്ത് അത് അവർക്ക് ഇൻകം മാറുക. ഇപ്പൊ എന്നതുപോലെ ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ബിസിനസ്, ഒരു സംരംഭം എടുക്കാം. ഇപ്പൊ കല്യാൺ ജ്വല്ലറി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ സ്റ്റാഫ്, ഒരുപാട് സ്റ്റാഫ് ഉണ്ടാവും. ആയിരക്കണക്കിന് സ്റ്റാഫുകൾ ഡിഫറെന്റ് ബ്രാഞ്ചുകളിലൂടെ ഉണ്ട്. അപ്പൊ ഒരു ബ്രാഞ്ചിൽ ചിലപ്പോൾ ഒരു 100 സ്റ്റാഫ് ഉണ്ടെന്ന്, ഒരു 200 സ്റ്റാഫ് ഉണ്ടെന്ന് വിചാരിച്ചു. ആ 200 സ്റ്റാഫ് 10 മണിക്കൂർ വെച്ച് ജോലി ചെയ്താൽ 2000 മണിക്കൂറാണ് ഒരു ദിവസത്തെ അവരുടെ ഒരു ബ്രാഞ്ചിലെ ജോലി സമയം എന്ന് പറയും. അങ്ങനെ എത്ര ബ്രാഞ്ച് ഉണ്ടാവും? അപ്പൊ ഇതാണ് ലീവറേജിങ് എന്ന് പറയുന്നത്. അപ്പൊ ലീവറേജ് ചെയ്യുന്ന സമയം, ലീവറേജ് ചെയ്യപ്പെടുന്ന ആളുകൾക്കാണ് കാശ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ഒന്നും ആവാൻ പറ്റില്ല. നമ്മൾ ഒറ്റയ്ക്ക് അധ്വാനിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പറയാറുണ്ടല്ലേ, ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് കഴിഞ്ഞാലേ പൈസ കിട്ടും. പക്ഷെ നമ്മൾ ഒറ്റയ്ക്കല്ല കഷ്ടപ്പെടേണ്ടത്. നമ്മളൊരു ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് നമ്മൾ അതിലൂടെ നമ്മൾ എഫേർട്ട് ഇടുകയാണെങ്കിലാണ് നമുക്ക് റിസൾട്ട് കൂടുക. നമ്മൾ ഒറ്റയ്ക്ക് എഫേർട്ട് ഇടുക എന്ന് പറയുമ്പോൾ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുള്ളൂ. നമ്മളൊരു 10 മണിക്കൂറൊക്കെ ഒരു ജോലി ഒരാളെ കൊണ്ട് ജോലി ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് MA യൂസഫിലേക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ മുകേഷ് അംബാനിയുടെ ഒരു ദിവസത്തെ ജോലി സമയം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 16-20 ലക്ഷം മണിക്കൂറിനടുത്താണ് ഒരു ദിവസം എന്ന് പറയും. ഒരിക്കലും നമുക്ക് ഒരു ജന്മം ഉണ്ടെങ്കിൽ പോലും ഒരാൾക്ക് ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ല. അവിടെയാണ് ഒരു ദിവസത്തെ മണിക്കൂർ അദ്ദേഹം 20 ലക്ഷമാക്കി മാറ്റിയത്. അപ്പൊ നമ്മൾ സാധാരണക്കാരായതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവർക്കും അംബാനി ആവാൻ പറ്റില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അതുപോലെ ലീവറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് രീതി നമുക്കുണ്ട്. അപ്പൊ കൂടുതൽ ആളുകൾ, നമ്മുടെ ഒരു നെറ്റ്വർക്ക് അല്ലെങ്കിൽ സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മുടെ അഭാവത്തിൽ പോലും നമുക്ക് വരുമാനം കിട്ടും. രണ്ട് കാര്യമുണ്ട്, നമ്മൾ ഇല്ലെങ്കിലും ഒക്കെ അവിടെ ഒരു ഇൻകം കിട്ടും. അതോടൊപ്പം തന്നെ കൂടുതൽ ആളുകൾ വരുന്ന സമയത്ത് നിങ്ങളൊരു സംരംഭമാണെങ്കിൽ കൂടുതൽ പണിക്കാരെ നിങ്ങൾക്ക് വെക്കാം നിങ്ങളുടെ സ്ഥാപനത്തിൽ. ഇനി അതായത് കൂടുതൽ ബ്രാഞ്ചുകൾ ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ സ്കെയിലബിൾ അല്ലെങ്കിൽ ലീവറേജ് കൂട്ടാൻ പറ്റും. ഓക്കെ. എന്നതുപോലെ ഹാപ്പി ഹെൽത്ത് ഇന്ത്യയിൽ നമുക്കൊരു ഓപ്ഷൻ തരികയാണ് കമ്പനി. നിങ്ങൾക്ക് ഇതുപോലെ ഒരു ബിസിനസ്സുകാരനാവാനുള്ള ഒരു ഓപ്ഷനാണ്. കാരണം സാധാരണക്കാർക്ക് എല്ലാവർക്കും ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്തിട്ട് ഒരു വലിയൊരു ബിസിനസ് ഒന്നും തുടങ്ങുന്ന പറഞ്ഞാൽ ചിന്തിക്കുന്നത് അതിന്റെ അപ്പുറത്താണ്. ഇനി തുടങ്ങിയാൽ തന്നെ അത് സക്സസ്ഫുൾ ആക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഹൈ കോമ്പറ്റീഷനാണ് എല്ലാ മേഖലയിലും. അവിടെയാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന രീതിയിലൂടെ HHI നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി തരും. ഇപ്പൊ നമുക്കിവിടെ ഒരുപാട് വലിയ വലിയ ബിസിനസ് സംരംഭങ്ങൾ നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ഫ്രാഞ്ചൈസി മോഡൽ, ഇപ്പൊ KR ബേക്കറി കേരളത്തിലുള്ള ഒരു ബ്രാൻഡാണ്. ബേക്കറി ഓൺ ചെയ്യുന്നത്. അപ്പൊ ബേക്കറി അവർ ഫ്രാഞ്ചൈസി കൊടുത്തുകൊണ്ട് ഫ്രാഞ്ചൈസി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ ഫോളോ ചെയ്താൽ മതി, അല്ലെങ്കിൽ അതനുസരിക്കേണ്ടി വരും. KFC, കെൻഡക്കി ഫ്രൈഡ് ചിക്കൻസ്, മക്ഡൊണാൾഡ്സ്, US ബ്രാൻഡാണ് ബർഗർ കിങ്, ക്ലിനിക്, ഡോക്ടർ ബത്രാസ് ക്ലിനിക്, പിസ്സ ഹട്ട്, ശരവണ ഭവൻ എന്ന് പറഞ്ഞ ചെന്നൈ, തമിഴ്നാട് ബേസ് ചെയ്തിട്ടുള്ള സൗത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ റെസ്റ്റോറന്റ് ചെയിനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ ഫ്രാഞ്ചൈസി എടുക്കാം. അവർ പറയുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് നമ്മൾ അനുസരിച്ചാൽ മതി. അപ്പൊ എന്നതുപോലെ സ്റ്റാർബക്സ്, ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. KFC, നമ്മുടെ അമൂല്, അങ്ങനെ ബർഗർ കിങ്, ഒരുപാട് സ്ഥലങ്ങൾ. അപ്പോ ഇതൊരു എക്സാമ്പിൾ കാണിച്ചെന്നുള്ളൂ. ഓക്കെ. ഇത് ഇവരുടെ ബ്രാഞ്ചുകൾ ഇവർ ഡെവലപ്പ് ചെയ്തിട്ടാണ് കൂടുതൽ കാശ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഫിനാൻഷ്യൽ ഫ്രീഡം തരാൻ നമ്മുടെ കമ്പനി റെഡിയാണ്. ഓക്കെ. അപ്പൊ ഇവിടെ എങ്ങനെയാണ് ആ ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ഡെവലപ്പ് ചെയ്യാന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഒരു നെറ്റ്വർക്കിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് നമുക്ക് 2 ലെഗ് ജനറേഷൻ പ്ലാനിലൂടെയാണ് നമുക്ക് തരുന്നത്. ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഒരു 2 ലെഗ് ജനറേഷൻ പ്ലാനിലൂടെയാണ്.
അപ്പൊ ഇവിടെ എങ്ങനെയാണ് 2 ലേക്ക് ജനറേഷൻ? നമുക്ക് ഇവിടെ ഓർഗനൈസേഷൻ 1ഉം ഓർഗനൈസേഷൻ 2 നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും. 1 and 2. അപ്പൊ നിങ്ങൾ കൊണ്ടുവരുന്ന സെയിൽസ് വോളിയം കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ 2 ഓർഗനൈസേഷനിലൂടെയാണ്. ഓക്കെ, കമ്പനി ആ 2 ഓർഗനൈസേഷനിലൂടെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പൊ 2 ഓർഗനൈസേഷനിലൂടെയാണ് നിങ്ങൾ ബിൽഡ് ചെയ്താൽ മാത്രം നിങ്ങൾക്ക് ഇൻകം കിട്ടും. ഓരോ ഓർഗനൈസേഷനിലൂടെ പോയി ഇൻകം ഒന്നും കിട്ടില്ല. അപ്പൊ ഓരോ കമ്പനിക്ക് ഓരോ രീതികളുണ്ടാവും. അപ്പൊ നമ്മുടെ കമ്പനിക്ക് 2 ഓർഗനൈസേഷൻ ആണ് വരുന്നത്, ഓർഗനൈസേഷൻ 1ഉം 2ഉം. ഈ 2 ഓർഗനൈസേഷനിൽ നിങ്ങൾ എത്ര ആളുകളെ വേണമെങ്കിലും ഡയറക്ട്ലി സ്പോൺസർഷിപ്പിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഒരാളെന്ന് പറഞ്ഞ ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് നമ്മൾ കാണാം. ഈ ചിത്രത്തിലുള്ള പോലെ നിങ്ങൾക്ക് എത്ര പേരെങ്കിലും ഡയറക്റ്റ് സ്പോൺസർഷിപ്പിലേക്ക് കൊണ്ടുവരാം. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇങ്ങനെയും ചെയ്യാട്ടോ. ഞാനത് കമ്പനി പറയുന്ന കാര്യം നമ്മൾ ഓക്കെ ഇങ്ങനെ കാണിച്ചു എന്നുള്ളൂ. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ ഓരോ ഓർഗനൈസേഷൻ 1ലും 2ലും മിനിമം ഡയറക്റ്റ് സ്പോൺസർഷിപ്പിൽ ഒരാളെങ്കിലും വേണം. അതാണ് കമ്പനി പറയുന്നത്. ഒരാളെങ്കിലും നിങ്ങൾ ഡയറക്റ്റ് സ്പോൺസർഷിപ്പിൽ വേണം. ഇപ്പൊ ഇവിടെ A1 എന്ന് പറയുന്നത് ഒരാളെ നിങ്ങൾ കണ്ടിട്ട് 1000 ബിസിനസ് പോലെ അവർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ. A2 എന്ന് പറയുന്നത് A1ന്റെ ടീമിലാണ് A2 വരുന്നത്. A3 എന്ന് പറയുന്നത് ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് കൂട്ടെ A2 സ്പോൺസർഷിപ്പിലാണ് A3 വരുന്നത്. A4 എന്ന് പറയുന്നത് A3 സ്പോൺസർഷിപ്പിൽ. ഇങ്ങനെ ചെയ്യാം. ഇതാണ് വളരെ ഫാസ്റ്റ്. നേരെ മറിച്ച് ഇങ്ങനെയും ചെയ്യാം. ഡയറക്റ്റ് നിങ്ങളുടെ സ്പോൺസർഷിപ്പിൽ എല്ലാവരെയും കൊണ്ടുവരാം. അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാ ഫ്രാഞ്ചൈസിനും നിങ്ങൾ ഡയറക്റ്റ് മോണിറ്റർ ചെയ്യേണ്ടി വരും, സപ്പോർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണ് അവിടെ. അപ്പൊ അതിൽ നല്ലത് A1ന്റെ സപ്പോർട്ടായിട്ട് A2നെയും A2ന്റെ സപ്പോർട്ടായിട്ട് A3യും അങ്ങനെ കൊടുക്കുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു സ്ട്രക്ചറാണ് നമ്മൾ എല്ലാവരും ഫോളോ ചെയ്യുന്നത്. ഇവിടെ രണ്ടാമത്തെ ഇപ്പൊ ഓർഗനൈസേഷൻ 2 എന്ന് പറയുന്നത് B1നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു, B1 B2നെ സ്പോൺസർ ചെയ്യുന്നു. ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ സ്ട്രക്ചർ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ വെച്ചാൽ B5 അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് B5 അവിടെ ജനറേറ്റ് ചെയ്യുന്ന വരുമാനം ഈ ഒരു ബിസിനസിനെ ബേസ് ചെയ്തിട്ട് ആ ഇൻകം അതിന്റെ ബെനിഫിറ്റ് B4ഉം B3ഉം B2ഉം B1ഉം എല്ലാവർക്കും കിട്ടുന്നു. ഓക്കെ, എങ്ങനെ ആയിക്കോട്ടെ ഓർഗനൈസേഷൻ 1ൽ ടോട്ടൽ എത്ര ബിസിനസ് നടക്കുന്നുണ്ടെന്ന് നോക്കൂ. അത് നിങ്ങൾ ഇങ്ങനെ ചെയ്താലും ശരി, ഇങ്ങനെ ചെയ്താലും ശരി. അപ്പൊ നമ്മളിവിടെ എല്ലാവരും കൂടി ചെയ്ത ഒരു വോളിയം നോക്കാം. A1 A2 A3 എല്ലാവരും 1000 B വെച്ച് ചെയ്തു. 6000 ബിസിനസ് വോളിയം ഓർഗനൈസേഷൻ 1ൽ ജനറേറ്റ് ചെയ്തു. ഓർഗനൈസേഷൻ 2ൽ 11000 ബിസിനസ് വോളിയം ജനറേറ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെ ഒക്കെ സെയിം തന്നെ. അപ്പൊ ഇവിടെ എങ്ങനെയൊക്കെ വരുമാനം കൊടുക്കുന്ന വെച്ചാൽ ഇവിടെ മാച്ചിങ് ആണ്. ഇവിടെ ഏതൊരു കമ്പനിക്ക് ഒരു ക്രൈറ്റീരിയ ഉണ്ടാവും. ഇവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ മാച്ചിങ് ആണ്. ഈ ക്രൈറ്റീരിയ വെക്കാതെ കമ്പനിക്ക് വരുമാനം കൊടുക്കാൻ പറ്റില്ല. പല ആളുകളും നമ്മളോട് വാദം പലതും പറയാറുണ്ട്. ഒരു ക്രൈറ്റീരിയ ഇല്ല, ഒരു ക്രൈറ്റീരിയ ഇല്ലെങ്കിൽ വരുമാനം കൊടുക്കാൻ പറ്റും. അങ്ങനെ ക്രൈറ്റീരിയകളൊന്നും ഇല്ലാതെ വരുമാനം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടാവും. കാരണം കമ്പനികൾക്ക് വരുമാനം ഒരു വരുമാനം നമുക്ക് തരണമല്ലോ. അതിനൊരു കമ്പനി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലാനിന് ഒരു ക്രൈറ്റീരിയ വെക്കണം. അപ്പൊ ഇവിടുത്തെ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ മിനിമം ബോഡി എത്രയാ നോക്കുക. ഇപ്പൊ ഓർഗനൈസേഷൻ 1ൽ 6000 ഉള്ളൂ കേട്ടോ. അപ്പൊ മാക്സിമം വരുന്നത് 11,000. അപ്പൊ 6000 ഇവിടെ മാച്ചിങ് ചെയ്യുന്നത്. 6000ന്റെ വരുമാനം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ബാലൻസ് വരുന്ന 5000 BV നഷ്ടപ്പെടുന്നില്ല. ആ 11,000 6 പോയ 5. ആ 5000 ക്യാരി ഫോർവേഡ് ചെയ്യുന്നു, നെക്സ്റ്റ് വീക്കിലേക്ക് മാറ്റി വെക്കപ്പെടുക. അത് അവിടെ തന്നെ ഉണ്ടാവും കേട്ടോ. ഇപ്പൊ നമ്മൾ എഫേർട്ട് അവിടെ വേസ്റ്റ് ആവുന്നില്ല, അത് അവിടെ ഉണ്ട് നടക്കും. അടുത്ത ആഴ്ചയിലോ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടോ 3 ആഴ്ച കഴിഞ്ഞിട്ടോ ഇവിടെ ഒരു 12,000 വോളിയം വന്നു, ഇവിടെ ഒരു 5,000 വോളിയം വീണ്ടും വന്നു. അപ്പൊ ബാലൻസ് അവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത വോളിയം ഇതിന്റെ കൂടെ ആഡ് ഓൺ ചെയ്യുന്നു. അപ്പൊ 10,000 വോളിയം വന്നു. 5,000 ആദ്യത്തെ ഉണ്ട്, 25,000 ഉണ്ട്. 10,000 ഇവിടെ വന്നു, 12,000 അവിടെ വന്നു. അപ്പൊ 10,000 ഇവിടെ മാച്ച് ചെയ്യുന്നത്. ബാലൻസ് വരുന്ന 2,000 വീണ്ടും ക്യാരി ഫോർവേഡിംഗിലേക്ക് ഇടുന്നു, മാറ്റി വെക്കുന്നു. എന്നാണ് അവിടെ ഒരു ഇപ്പുറത്തെ സൈഡിൽ ഒരു 10,000 വോളിയം വന്നു, ഇവിടെ ഒരു 8,000 വോളിയം വന്നു. പഴയ കഴിഞ്ഞ ക്യാരി ഫോർവേഡിംഗ് 2,000 ഉണ്ട്, 8,000 ഉണ്ട്. അപ്പൊ രണ്ടും കൂടി ആഡ് ഓൺ ചെയ്യുന്ന 10,000 വോളിയം. 10,000 മാച്ച് ചെയ്യും. ഇങ്ങനെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വീക്കിലി വോളിയം ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പൊ ഇതാണ് പരിപാടി. ഇപ്പൊ ഇതാണ് ഇതിന്റെ അൾട്ടിമേറ്റ് പ്ലാൻ എന്ന് പറയുന്നത്. ഈ സ്ട്രക്ചറിലാണ് ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു 2 leg പ്ലാൻ ആണ് ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾക്ക് കൂടുതൽ ആളുകളൊന്നും സ്പോൺസറിങ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ കാണിച്ച സ്ട്രക്ചർ ഇങ്ങനെ കമ്പനി ഓപ്ഷൻ ഉണ്ടെന്നുള്ളൂ. അപ്പൊ 2 leg ജനറേഷൻ ഇത് ബൈനറി പ്ലാൻ എന്ന് പറയാൻ പറ്റില്ല. ഇതിന് ഓവറോൾ 2 leg ജനറേഷൻ പ്ലാൻ എന്നാ പറയാം. ഇങ്ങനെയും ചെയ്യാലോ, ബൈനറി പ്ലാൻ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ 2 leg ഇങ്ങനെയാണ്. അപ്പൊ ഈ ഒരു പ്ലാനിന്റെ സ്ട്രക്ചർ നമുക്ക് ബൈനറി എന്ന് പറയാം. അപ്പൊ നമ്മുടെ ഓവറോൾ പ്ലാൻ എന്ന് പറയുമ്പോൾ 2 leg ജനറേഷൻ പ്ലാൻ. അപ്പൊ ഈ ഒരു പ്ലാനിൽ ആണ് വരുമാനം ജനറേറ്റ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പോൺസർഷിപ്പിൽ ഒരു ഓർഗനൈസേഷനിൽ ഒരാൾ മതി.
ബാക്കിയുള്ള ആളുകളെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഫാസ്റ്റ് ആയിട്ടും നമുക്ക് മോണിറ്റർ ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും. വളരെ ഫാസ്റ്റ് ആൻഡ് സപ്പോർട്ടിംഗ് സിസ്റ്റം ഈ ഒരു രീതിയിൽ. ഓക്കെ, മാച്ചിങ് വരണമെന്ന് മാത്രമേ ഇവിടെ ഒരു ഒറ്റ ക്രൈറ്റീരിയ ഉള്ളൂ. വേറെ ഒരു കണ്ടീഷനും ഇവിടെ വരുന്നില്ല. മാച്ച് ചെയ്യാം. മാച്ചിങ് ചെയ്യുന്ന വോളിയത്തിന്റെ പൈസ നിങ്ങൾക്ക് തരും. ഓക്കെ, ഇനി എങ്ങനെയൊക്കെയാണ് നമുക്ക് വരുമാനം കൊടുക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 1000 BB പർച്ചേസിങ് നമ്മൾ ചെയ്യണം അല്ലെ. നമ്മൾ ആക്ടിവേഷനിലേക്ക് വരണമ്പോൾ നിങ്ങൾ മിനിമം 1000 BB ആക്ടിവേഷൻ ചെയ്യണം. 2 രീതിയിൽ നിങ്ങൾക്ക് ആക്ടിവേഷൻ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് എടുത്തും കൊണ്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് വീട്ടിലേക്കുള്ള പേസ്റ്റ് സോപ്പൊക്കെ ആ ഫസ്റ്റ് പർച്ചേസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ. ആദ്യത്തെ ഒരു പർച്ചേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് എടുത്തിട്ട് ചെയ്യാം. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങൾക്ക് 2 ഇൻകത്തിന് എലിജിബിലിറ്റി കിട്ടും. വീക്കിലി ഇൻകം മന്ത്ലി ഇൻകം മാത്രമേ നിങ്ങൾക്ക് കിട്ടൂ. പക്ഷെ നിങ്ങൾ ഫസ്റ്റ് പർച്ചേസ് നിങ്ങൾ പാക്കേജിലേക്ക് നിങ്ങൾ മാറുകയാണെങ്കിൽ നിങ്ങൾക്ക് 4 ടൈപ്പ് ഇൻകം കിട്ടും. ഡെയിലി, വീക്കിലി, മന്ത്ലി ഇൻകത്തിന്റെ കൂടെ ഡെയിലി ഇൻകം കിട്ടും. അതിന്റെ കൂടെ റിവാർഡ് ഇൻകം കിട്ടും. ലൈഫ് ടൈം ഇൻകം കൂടി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ക്ലിയർ? നോക്കാം എങ്ങനെയാണ്. ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റ് ആവുന്ന സമയത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിന്റെ കുറച്ച് ഫോട്ടോ കാണിച്ചു നോക്കും. പാക്കേജ് ആണെങ്കിൽ നമുക്ക് 5 ടൈപ്പ് പാക്കേജുകളാണ് ഇപ്പം പ്രസന്റ്ലി കമ്പനി നിങ്ങൾക്ക് തരുന്നത്. 5 ടൈപ്പ്. അതിൽ 7,990 8,000 രൂപയുടെ പാക്കേജ് വരുന്നുണ്ട്. 7,500 രൂപയുടെ പാക്കേജ് ഉണ്ട്. 6,000 രൂപയുടെ പാക്കേജ്. 8,000 രൂപയുടെ പാക്കേജ് ഒരു 25 പ്രൊഡക്റ്റ് വരുന്ന വലിയൊരു കിറ്റാണ്. നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റുകളുള്ള ഒരു പാക്കേജ് അതാണ്. അത് മാത്രമല്ല അതിന് 2,000 ബിസിനസ് വോളിയം കിട്ടുന്നുണ്ട്. 7,500 ആണെങ്കിൽ നിങ്ങൾക്ക് 1,500 ബിസിനസ് വോളിയമേ കിട്ടുന്നു. ഓക്കെ, 6,000 ആണെങ്കിൽ 1,200 ബിസിനസ് വോളിയം കിട്ടുന്നുള്ളൂ. ഏത് വേണേ എടുക്കട്ടോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അതുപോലെ 8,500 അഗ്രി പ്രോഡക്ട്സ് വരുന്നുണ്ട്. ഇതില് 8,500 2,000 BB കിട്ടുന്നുണ്ട്. ഇവിടെയും 8,500 2,000 BB കിട്ടുന്നുണ്ട്. ഓക്കെ, പക്ഷെ ഇതിൽ വേറൊരു 7,500 പാക്കേജിൽ വെൽനസ് കിറ്റ് ആണ്. ഇത് വെൽനസ് ആണ്. 6,000 പ്രൊഡക്റ്റ് ഡീറ്റെയിൽസ് ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം. അപ്പം 8,000 എടുക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. 2 റിവാർഡ് പോയിന്റ് കാണാം. RP എന്ന് ഞാൻ പറഞ്ഞു തുടക്കത്തില്ല. റിവാർഡ് പോയിന്റ് ഞാൻ പറഞ്ഞത് എന്താണ്? 2 പോയിന്റ് ഉണ്ട്. 7,500 2 പോയിന്റ് ഉണ്ട്. 6,000 എടുക്കുമ്പോൾ 1 പോയിന്റ് കിട്ടും. ഇനി 8,500 എടുക്കുന്ന സമയത്ത് അവിടെ 2 പോയിന്റ്. എന്താണ് സംഭവം? കാരണം ഈ പാക്കേജ് എടുക്കുന്നതോട് കൂടി തന്നെ നിങ്ങൾ ലൈഫ് ടൈം ഇൻകത്തിന് കൂടി എലിജിബിലിറ്റി കിട്ടുക. അപ്പൊ ലൈഫ് ടൈം ഇൻകത്തിന് എലിജിബിലിറ്റി കിട്ടണമെങ്കിൽ ഈ പാക്കേജ് എടുക്കണം. ഞാൻ പറഞ്ഞല്ലോ, ഈ ലൈഫ് ടൈം ഈ റിവാർഡ് പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ലൈഫ് ടൈം ഇൻകം തരുന്നത്. ക്ലിയർ? അപ്പൊ റിവാർഡ് പോയിന്റ് കൂടുതലുള്ള പ്രൊഡക്റ്റ് എടുക്കുന്നതല്ലേ നല്ലത്. ഏതായാലും നിങ്ങൾ ആക്ടിവേഷൻ ചെയ്യണം. BB കൂടുതലുള്ളതും റിവാർഡ് പോയിന്റ് കൂടുതലുള്ളതും അതിനനുസരിച്ച് വില വരുന്ന ഒരു പ്രൊഡക്റ്റ് നോക്കുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് കുറച്ചും കൂടി നല്ല നോക്കുമ്പോൾ 25 പ്രൊഡക്റ്റിന്റെ കിറ്റ് കിട്ടുന്നുണ്ട്. അത് 8,000 രൂപയുടെ കിറ്റ് നമുക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് കുറച്ചും കൂടി ബെറ്റർ. ബാക്കിയുള്ളതും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ. പക്ഷെ ഇനി കൃഷി, അഗ്രി സെഗ്മെന്റ്സ് ഒക്കെ ആണെങ്കിൽ കർഷകരെ പോയിട്ട് നിങ്ങൾ കാണുന്ന സമയത്ത് ഈ ഒരു പാക്കേജ് കൊടുക്കും. ഓക്കെ, അത് ഓരോരുത്തരുടെ ആവശ്യാനുസരിച്ച് ഉദ്ദേശ ലക്ഷ്യങ്ങളനുസരിച്ചിരിക്കും ഏത് പ്രൊഡക്റ്റ് എടുക്കണം. അപ്പൊ നമുക്ക് കമ്പനി ഇപ്പൊ ഓപ്ഷൻ തരുന്നത് 5 കാറ്റഗറി പ്രൊഡക്ട്സുകളാണ്. ഓക്കെ, ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. നിങ്ങൾ ആക്ടിവേഷൻ കഴിഞ്ഞോടെ ആ പർച്ചേസോട് കൂടി നിങ്ങൾ ആ 1,000 BB ആക്ടിവേഷൻ കഴിഞ്ഞു. ഓക്കെ, ഇനി എങ്ങനെയാണ് ഡെയിലി ഇൻകം കിട്ടും നോക്കാം. ഡെയിലി നമുക്ക് 2,000 രൂപ വെച്ച് ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾ ആക്ടിവേഷൻ കഴിഞ്ഞോടുകൂടി നിങ്ങൾ എലിജിബിലിറ്റി 4 ഇൻകത്തിന് എലിജിബിലിറ്റി ആയി. ഓക്കെ, ഡെയിലി ഇൻകത്തിൽ ഇപ്പൊ നിലവിൽ 5 പ്രൊഡക്റ്റ് ആണ്. ബൂസ്റ്റർ പാക്കേജ് പ്രൊഡക്റ്റ് എന്ന് അതിന് പറയാം. ഇതിൽ ഏതെങ്കിലും ഒന്നെടുത്തിട്ട് ആക്ടിവേഷൻ ചെയ്യാം. നിങ്ങളുടെ വോളിയം ക്യാരി ഫോർവേഡ് ചെയ്ത് പോകും. മാച്ചിങ് കഴിഞ്ഞാൽ ബാലൻസ് വോളിയം ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് ഇൻകം ആണ്. കാരണം ഒരു ദിവസം 2,000 രൂപ എന്ന് പറയുമ്പോൾ ഒരു മാസം 60,000 രൂപ, ആഴ്ചയിൽ 14,000, മാസത്തിൽ 60,000. ആഴ്ച വരുമാനത്തിന്റെ കൂടെയാണ് ഡെയിലി ഇൻകം ഒരുമിച്ചാണ് ആഴ്ച. ഇതിന്റെ കൂടെ എന്തുണ്ട്? റിവാർഡ് പോയിന്റ് കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ റിവാർഡ് പോയിന്റ് ആഡ് ചെയ്തതിന്റെ ബെനിഫിറ്റ് എന്താണ്? നമുക്ക് ലൈഫ് ടൈം ഇൻകം കൂടി കിട്ടുന്നുണ്ടാവും. ക്ലിയർ? ആജീവനാന്ത ഇൻകം അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം ഇൻകം കിട്ടും. എങ്ങനെയാണ് വരുമാനം കൊടുക്കുന്നത്? എല്ലാ ചൊവ്വാഴ്ച തൊട്ട് തിങ്കളാഴ്ച വരെയാണ് ഒരാഴ്ച എന്ന് പറയുന്നത്. ട്യൂസ്ഡേ ടു മൺഡേ. ആ ആഴ്ചയിൽ നടന്ന ബിസിനസിനെ ബേസ് ചെയ്ത് ആ വരുന്ന വ്യാഴാഴ്ച വെള്ളിയാഴ്ചയായിട്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഡെയിലി ഇൻകം പ്ലസ് വീക്കിലി ഇൻകം ഒരുമിച്ചാണ്. ആഴ്ച വരുമാനം വേറെയാണ്. അത് ഒരുമിച്ച് അയച്ചു തരും. 5% TDS നിങ്ങൾക്ക്
കട്ട് ചെയ്യുന്നുണ്ടാവും. TDS 5% കട്ട് ചെയ്യുന്ന ഡയറക്ട് സെല്ലിംഗ് റൂളാണ്. നിങ്ങൾക്ക് IT റിട്ടേൺ ഫയൽ ചെയ്തിട്ട് തിരിച്ചെടുക്കാം. പക്ഷെ കാശ് അക്കൗണ്ടിലേക്ക് വരണമെങ്കിൽ പാൻ കാർഡ് വേണം, ബാങ്ക് പാസ്ബുക്കും വേണം. പാസ്ബുക്ക് ഉണ്ടെങ്കിലല്ലേ അതിലേക്കല്ലേ അയക്കാൻ പറ്റും. പക്ഷെ പാൻ കാർഡ് വേണം. മിനിമം 300 രൂപ ആയാൽ മാത്രമേ കമ്പനി അയക്കുന്നുള്ളൂ, പൈസ അയക്കുന്നുള്ളൂ. ഒരുമിച്ച് അയച്ചു തരിക, നഷ്ടപ്പെടുന്നില്ല. ഒരുമിച്ച് കാശ് അയച്ചു തരിക. ഓക്കെ. ഇന്ന് ഞാൻ പറഞ്ഞു, ഇന്ന് ജൂലൈ 31 നിങ്ങൾക്ക് TDS IT റിട്ടേൺസ് നിങ്ങൾക്ക് റിട്ടേൺ ഫയൽ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. കഴിഞ്ഞ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഇപ്പൊ എന്തായാലും ഇന്ന് ലാസ്റ്റ് ഡേറ്റ് അതുകൊണ്ട് പറയണം, April to March നിങ്ങളൊക്കെ എല്ലാവർക്കും ഇൻകം വന്ന ആളുകൾ ഉണ്ടാവും. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം 5% ടാക്സ് കട്ട് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾക്ക് TDS റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ഇന്നാണ്. അപ്പൊ അത് നിങ്ങളുടെ തൊട്ടടുത്ത ഏതെങ്കിലും ടാക്സ് കൺസൾട്ടന്റിനെയോ അല്ലെങ്കിൽ CA-കാരനെയോ നിങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ കാര്യങ്ങൾ പറഞ്ഞുതരും. ചെയ്യാത്ത ആളുകൾ ഇന്ന് തന്നെ ചെയ്തോളൂ. ഓക്കെ. അപ്പൊ ഇതിന്റെ കൂടെ പറഞ്ഞോളൂ. അപ്പൊ 2000 രൂപ എങ്ങനെ കിട്ടുന്ന വെച്ചാൽ, ഇപ്പൊ 8000 ഞാൻ പറഞ്ഞു. ഈച്ച് ബൂസ്റ്റർ പ്രൊഡക്റ്റ് പാക്കേജ് ഇപ്പോഴത്തെ വാല്യൂ നോക്കുമ്പോൾ 1200 വോളിയം തൊട്ട് 2000 വോളിയം വരെ നമുക്ക് വരുന്നുണ്ട്. എമൗണ്ട് നോക്കുമ്പോൾ 6000 തൊട്ട് 8500 വരെ ഈ പാക്കേജിന്റെ വില വരുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ 8000ന്റെ പാക്കേജാണ് ഇവിടെ പറയുന്നത്. 2000 BV ഉണ്ട്, ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്യുന്നു. ഒരു പാക്കേജ് എന്ന് പറഞ്ഞാൽ ഒരു ബൂസ്റ്റർ പോയിന്റ് ആണ്. ഒരു ബൂസ്റ്റർ പോയിന്റ് ലെഫ്റ്റിലും റൈറ്റിലും മാച്ചിങ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് 1000 രൂപ നിങ്ങൾക്ക് കിട്ടും. ക്ലിയർ? അടുത്ത ഒരു ദിവസം 2000 രൂപ ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ 1000 രൂപ കൊടുക്കുന്നത് 2 ഡിഫറെന്റ് കട്ട് ഓഫിലാണ്. കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 24 മണിക്കൂറാണ്. 12 മണിക്കൂർ വെച്ചിട്ടുള്ള 2 കട്ട് ഓഫിലാണ് ഇത് കൊടുക്കുക, പേയ്മെന്റ് കൊടുക്കുക. രാവിലെ പുലർച്ചെ 12 തൊട്ട് ഉച്ചയ്ക്ക് 12 വരെ, ഉച്ച തൊട്ടിട്ട് രാത്രി വരെ. അപ്പൊ ഈ പുലർച്ചെ ഈ ഉച്ച വരെയുള്ള 12 മണിക്കൂറിൽ നിങ്ങൾക്ക് എത്ര മാച്ചിങ് വന്നാലും എത്ര തരും? 1000 രൂപയെ തരാൻ പറ്റും. ഈ 100 മാച്ചിങ് 1000 മാച്ചിങ് വന്നു ഒരു ദിവസം, ടീമൊക്കെ വലുതാകുമ്പോൾ. പക്ഷെ അവിടെ 1000 രൂപ നിങ്ങൾക്ക് ഡെയിലി ഇൻകം കിട്ടും കേട്ടോ. ഡെയിലി ഇൻകത്തിനെ കുറിച്ചാണ് പറയുന്നത്. ബാക്കി ഇൻകങ്ങൾ അവിടെ വെയിറ്റിംഗിലാണ് കേട്ടോ. അപ്പൊ ഒരു ദിവസം നമുക്ക് 2000 രൂപ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. പക്ഷെ 1 ലെഗ് ക്യാരി ഫോർവേഡിംഗ് ആണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയാണ്. ഇപ്പൊ നിങ്ങൾ ഒരു സൈഡില് 10 ആളുകൾ ഈ പാക്കേജ് എടുത്ത് വന്നിട്ടുണ്ട്. അത് അവിടെ തന്നെ ഉണ്ടാവും, നഷ്ടപ്പെടില്ല. അത് അവിടെ തന്നെ ഉണ്ട്. ഒരു ടീം ഒരു ലെഗ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ടീമാണ്. ഓർഗനൈസേഷൻ 1 ആണ് ഇപ്പോൾ എക്സാമ്പിൾ കാണിച്ചത്. ഓർഗനൈസേഷൻ 1 ഒരു 10 പേര് ഈ ഒരു പാക്കേജ് എടുത്ത് വന്നിട്ടുണ്ട്. അത് അവിടെ തന്നെ ഉണ്ടാവും, നഷ്ടപ്പെടുന്നില്ല. ഓർഗനൈസേഷൻ 2 ഒരു ടീം 5 പാക്കേജ് വന്നിട്ടുണ്ട്. അപ്പൊ 5 പാക്കേജും 5 പേര് വരുന്നത് ഈ പാക്കേജ് എടുത്ത് വരികയാണെങ്കിൽ ആ മാച്ച് അവരൊക്കെ മാച്ച് ചെയ്യും അല്ലെ. ഡിഫറെന്റ് കട്ട് ഓഫറാണ്. ഒരു 12 മണിക്കൂറിലേക്ക് ഒരു മാച്ചിങ് വരെ, അടുത്ത 12 മണിക്കൂർ അടുത്ത മാച്ചിങ്. അപ്പൊ ഓരോ 12 മണിക്കൂർ ഇടവിട്ട് ഈ മാച്ചിങ് വരുന്ന സമയത്ത് 5000 രൂപ കിട്ടും. 5 പേര് ഒരു 12 മണിക്കൂർ തന്നെ വരുമ്പോൾ 1000 രൂപ കിട്ടും. ഡിഫറെന്റ് കട്ട് ഓഫിൽ ഓരോ മാച്ചിങ് വരണം. അങ്ങനെ 1000 രൂപ കിട്ടി, 5000 രൂപ കിട്ടും. ബാക്കി വരുന്ന കണ്ടില്ല നിങ്ങൾ, 10 കഴിഞ്ഞാൽ പിന്നെ ബാക്കി വരുന്ന ക്യാരി ഫോർവേഡ് ചെയ്യാൻ നഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഒരു സൈഡിൽ എപ്പോഴും വോളിയം ക്യാരി ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ പോകും. എപ്പോഴാണ് അവിടെ മാച്ച് വരുന്ന ഓരോ മാച്ചിങ്ങിനും 1000 രൂപ വെച്ച് തരും. ഓക്കെ, ക്ലിയർ? അല്ലാതെ 2 സൈഡിലും ഒരേപോലെ വരണമെന്നൊന്നും നിയമമൊന്നുമില്ല. ഒരു സൈഡിൽ ക്യാരി ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ പോകും വോളിയം, മറ്റേ സൈഡിൽ എന്നൊക്കെ വരുന്ന വോളിയം വരുമ്പോൾ അപ്പോൾ നഷ്ടപ്പെടുന്നില്ല. നമ്മൾ ചെയ്ത എഫേർട്ട് അവിടെ ഉണ്ട്. ക്ലിയർ? അപ്പൊ ഇതാണ് ബൂസ്റ്റർ ഇൻകം എന്ന് പറയുന്നത്. ഇനി ഞാനൊരു എക്സാമ്പിൾ കാണിക്കാം. നമ്മുടെ 8000 രൂപയുടെ പാക്കേജിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സാമ്പിൾ ആണ്. ഇപ്പൊ നിങ്ങൾ 8000 രൂപയുടെ പാക്കേജ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് 9500 ആണ് ഇതിന്റെ MRP എന്ന് പറയുന്നത്, മാക്സിമം റീറ്റെയിൽ പ്രൈസ്. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് 1500 രൂപ എന്ത് കിട്ടി? ഡിസ്കൗണ്ട് കിട്ടി. നിങ്ങളുടെ മന്ത്ലി വാലറ്റിലേക്ക് ഞാൻ പറഞ്ഞു 2000 BV പ്രൊഡക്റ്റ് ആണ്. 1000 BVക്ക് 300, 2000 BVക്ക് 600 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ ട്രാൻസ്ഫർ ആയി. 140 രൂപ ബിസിനസ് പോളിസിന്റെ 7% നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് കിട്ടി. 140 രൂപ കിട്ടി. കൺസിസ്റ്റൻസിയുടെ ആദ്യത്തെ മാസമായിട്ട് കമ്പനി പരിഗണിക്കും. ഞാൻ പറഞ്ഞു 1000 BV വെച്ച് നമ്മൾ 12 മാസം ചെയ്യുമ്പോൾ ആദ്യത്തെ മാസം നിങ്ങൾക്ക് മാസാവസാനം വരെ സമയമുണ്ട്. ഫസ്റ്റ് പർച്ചേസ് നിങ്ങൾ പാക്കേജ് ചെയ്താൽ ബാക്കി 11 മാസം നിങ്ങൾ 1000 BV വെച്ച് ചെയ്താൽ ഒരു വർഷം കൊണ്ട് 5000 രൂപയുടെ പ്രൊഡക്റ്റ് ഫ്രീ കിട്ടും. അങ്ങനെ ഒരു മാസത്തേക്ക് 417 കിട്ടി. ടോട്ടൽ നമുക്ക് 2600. ഇവിടെ 417 കിട്ടിയിട്ടില്ല. ബാക്കി മാസങ്ങൾ എടുക്കുമ്പോഴാണ് 417 നമുക്ക് കിട്ടുക. എന്നാലും നമ്മൾ ഇതിൽ കാണിച്ചെന്നുള്ളൂ. 2657 രൂപ നിങ്ങൾക്ക് ടോട്ടൽ ബെനിഫിറ്റ് പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ കിട്ടി ഈ പാക്കേജ് എടുത്തപ്പോൾ. ഇനി 2 പേരെ സ്പോൺസർ ചെയ്തു. സ്പോൺസർ ചെയ്ത് ഉടനെ നിങ്ങൾക്ക് 1000 രൂപ കിട്ടി. ഓക്കെ, പ്ലസ് വീക്കിലി ഇൻകത്തിലേക്ക് ഇത് കൺസിഡർ ചെയ്യും. എങ്ങനെ കൺസിഡർ ചെയ്യും? BVയുടെ 7% കൂടി നമുക്ക് കിട്ടും. 140 രൂപ അതും കിട്ടി. മാച്ചിങ് ബോണസ് 1140 രൂപ നമുക്ക്
രണ്ടുപേരെ സ്പോൺസർ ചെയ്തപ്പോൾ കിട്ടി. പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തപ്പോൾ 2657 രൂപയുടെ ബെനിഫിറ്റ് വേറെയും കിട്ടും. ടോട്ടൽ 3797 രൂപ, ഏകദേശം 3800 രൂപയുടെ ബെനിഫിറ്റ് നമുക്ക് കിട്ടുക. 3800 റുപ്പീസിന്റെ ബെനിഫിറ്റ് അവിടെ കിട്ടിക്കഴിഞ്ഞു. അതാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയാലും മിനിമം രണ്ടുപേരെ സ്പോൺസർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്ന ടോട്ടൽ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി വീക്കിലി ഇൻകം, വീക്കിലി ആഴ്ച വരുമാനത്തിൽ നമ്മൾ പോവാണ്. മാച്ചിങ് ബോണസ് 7%. എത്രയാണോ മാച്ച് ചെയ്യുന്നത് അതിന്റെ 7% കിട്ടും. മിനി CP ബോണസ് 1000 രൂപ, CP ബോണസ് 2000 രൂപ. എന്താന്ന് പറയാം, ഇതില് ഏത് പ്രൊഡക്റ്റ് എടുത്ത് ആക്ടിവേഷൻ ചെയ്താലും നിങ്ങൾക്ക് വീക്കിലി ഇൻകത്തിൽ എലിജിബിൾ ആവും. ബൂസ്റ്റർ എടുക്കണമെന്നൊന്നുമില്ല. ഓക്കെ, പക്ഷെ ബൂസ്റ്റർ എടുക്കുമ്പോഴാണ് നമുക്ക് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ബെനിഫിറ്റും കിട്ടുന്നത്. വോളിയം ക്യാരി ഫോർവേഡ് ചെയ്യുന്നു, ലിമിറ്റഡ് ഇൻകം ആണ്, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആഴ്ചയിലാണ്, ആഴ്ച വരുമാനത്തിന്റെ കൂടെയാണ്, ഡെയിലി വീക്കിലി ഒരുമിച്ചാണ് നമുക്ക് തരുന്നത്. എന്താണ് മാച്ചിങ്? എത്രയാണോ വോളിയം വരുന്നത് അതിന്റെ 7%. ഇവിടെ വോളിയം എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിന്റെ വോളിയത്തിന്റെ 7%, അല്ലെ? അപ്പൊ 1000 BV വന്നാൽ 70 റുപ്യ, 10000 BV വന്നാൽ 700 റുപ്യ, 20000 25000 വരുമ്പോൾ 20000 ആണ് അവിടെ മാച്ച് ചെയ്യുന്നത്. 20000ത്തിന്റെ 7% 1400 റുപ്യ. ബാക്കി വരുന്ന 5000 ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. പിറ്റത്തെ ആഴ്ചയോടെ 50000 വരുന്നു, പിറ്റത്തെ ആഴ്ചയോടെ 45000 വരുന്നു. ക്യാരി ഫോർവേഡ് ചെയ്ത വോളിയം ഓർഡർ 50 മാച്ച് 3500, 1,70,000, 30 ലക്ഷം വോളിയം ഒരാഴ്ചയിലൊക്കെ വരുമ്പോഴാണ് 2,11,000 വരെ മാച്ചിങ് ബോണസ് മാക്സിമം കൊടുക്കുന്നത്. ഇപ്പൊ വോളിയത്തിന്റെ 7% ഇവിടെ മാച്ചിങ് ബോണസ് കൊടുക്കുക. അത് പാക്കേജ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, എത്ര വോളിയമാണ് വരുന്നത് അതിന്റെ 7%. പാക്കേജ് ആകുമ്പോൾ ഒരു ബെനിഫിറ്റ് കൂടെ, ഡെയിലി ഇങ്ങും കൂടി അതിന്റെ കൂടെ കിട്ടുന്നത്. ക്ലിയർ? ഓക്കെ. ഇനി മിനി CP ബോണസ്. മിനി CP എന്ന് പറഞ്ഞാല് ഇതിനൊരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ട്. അതായത് നമ്മളെ 10,000 ബിസിനസ് വോളിയം ഒരാഴ്ചയിൽ ലെഫ്റ്റും റൈറ്റിലും മാച്ച് ചെയ്യണം. സിമ്പിൾ പറയുകയാണെങ്കിൽ അത് കഴിഞ്ഞ ആഴ്ചയിലെ ക്യാരി ഫോർവേഡിങ് വോളിയം കൂട്ടാതെ ഫ്രഷ് ആയിട്ടുള്ള ഒരു വോളിയമാണ് ഉദ്ദേശിക്കുന്നത്. 10,000 വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ 1000 രൂപ കിട്ടും. മാച്ചിങ് ബോണസ് അതിന്റെ 7% ഉണ്ടാവും. ഞാൻ പറഞ്ഞ വോളിയത്തിന്റെ 7% ഉണ്ടാവും. 700 രൂപ കിട്ടും. ടോട്ടൽ നമുക്ക് അവിടെ 1700 രൂപയായിരിക്കും നിങ്ങളുടെ ഇൻകം. ഇതിൽ ഡെയിലി ഇൻകം ഒന്നും കൂട്ടിയിട്ടില്ല, വീക്കിലി ഇൻകം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ അതിലേക്ക് വരാം. ഡെയിലി ഇൻകം എന്ന് പറഞ്ഞാൽ പാക്കേജിലാണ് 10,000 വരുന്നെങ്കിൽ ഈ ഇൻകം അല്ല, ഇതിലേക്കാട് കൂടും. ഇനി CP ബോണസ് 25,000 വോളിയമോ അതിൽ കൂടുതലോ ഒരാഴ്ചയിൽ ഓർഗനൈസേഷൻ 1ലും 2ലും മാച്ച് ഒരു സിറ്റുവേഷൻ വരികയാണ്. അപ്പൊ മാച്ചിങ് ബോണസിന്റെ 7% 1750 രൂപ നിങ്ങളുടെ മാച്ചിങ് ബോണസ് കിട്ടി. CP ബോണസ് 2000 രൂപ കിട്ടും. കാരണം 10,000 തൊട്ട് 25,000 വരെ 1000 രൂപയാണെങ്കിൽ 25,000ന്റെ മുകളിലേക്ക് മാച്ച് ചെയ്യുന്ന സമയത്ത് 2000 രൂപ കിട്ടും. ഒരാഴ്ചയിൽ പുതിയ വോളിയം, ഫ്രഷ് വോളിയം 3750 രൂപയായിരിക്കും നിങ്ങളുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് നോക്കുക നിങ്ങൾ. ഇനിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഡെയിലി പ്ലസ് വീക്കിലി ടോട്ടൽ രണ്ടും കൂടി ക്ലബ് ചെയ്തൊരു ഇൻകം നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞത് ഡെയിലി ഇൻകം പറഞ്ഞു, ആദ്യം കസ്റ്റമർ ബെനിഫിറ്റ് പറഞ്ഞു, പിന്നെ ഡെയിലി ഇൻകം പറഞ്ഞു, പിന്നെ വീക്കിലി ഇൻകം പറഞ്ഞു. ഇനി ഡെയിലി വീക്കിലിയും കൂടി ഉള്ള ഒരു ക്ലബിംഗ് ഇൻകം നോക്കാം. കസ്റ്റമർ ബെനിഫിറ്റ് ഞാൻ പറഞ്ഞു 2656 രൂപ കിട്ടും. അല്ലെ? നേരത്തെ ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ടല്ലോ. ഈ പാക്കേജ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടും? 2657 രൂപ കിട്ടും. അത് നിങ്ങൾ മനസ്സിൽ വെക്കണം കേട്ടോ. അത് നമുക്ക് ഇവിടെ എല്ലാം കൂടി ഇവിടെ കാണിക്കാൻ പറ്റാത്തതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പാക്കേജ് എടുക്കുമ്പോൾ തന്നെ 2657 രൂപയുടെ ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. രണ്ടുപേരെ സ്പോൺസർ ചെയ്യുന്നു, പാക്കേജിലാണെന്ന് വിചാരിച്ചോ. അങ്ങനെയാണെങ്കിൽ ഡെയിലി ഇൻകം 25,000 BVയിലാണ് ഞാൻ ഇവിടെ കാണിച്ചത്. 25,000 വോളിയത്തിൽ 12 പാക്കേജ് ഉണ്ടാവും. 2000 BVന്റെ 12 പാക്കേജ്. ഇപ്പൊ ഞാൻ പറഞ്ഞ 8,000 രൂപയുടെ 12 പാക്കേജ്, 2000 BV വരും. ഇപ്പൊ 24,000 BV വന്നിട്ടുണ്ടാവും. ബാക്കി 1000 BV നോർമൽ പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിച്ചോ. അങ്ങനെ 25,000 മാച്ച് ചെയ്യുന്ന സമയത്ത് 12,000 രൂപ നിങ്ങൾക്ക് ഡെയിലി ഇൻകം കിട്ടിയിട്ടുണ്ടാവും ഒരു മാസം കൊണ്ട് നോക്കുമ്പോൾ. ഇനി ഒരാഴ്ചയിലാണ് 25,000 വന്നെന്ന് വിചാരിച്ചോ. അങ്ങനെയാണ് CP ബോണസ് 2000 അഡീഷണൽ കിട്ടും. മാച്ചിങ് ബോണസ് എന്തായാലും എപ്പോഴാണ് കിട്ടും, 1750 രൂപ. അപ്പൊ മാക്സിമം ഇൻകം എന്ന് പറയുന്നത് 25,000 BVയിലെ മാക്സിമം ഇൻകം 15,750 രൂപ കിട്ടും. മിനിമം ഇൻകം എന്ന് പറഞ്ഞാൽ 3,750 രൂപ ഡെയിലി ഇൻകം ഇല്ലാതെ. ഏറ്റവും മിനിമം ഇൻകം എന്ന് പറഞ്ഞാൽ 25,000 BVയിൽ 1750 രൂപ പറയാം. കാരണം ഒരു മാസം കൊണ്ട് 25,000 വരികയാണെങ്കിൽ നിങ്ങൾക്ക് മന്ത്ലി ഇൻകം കൂട്ടാതെ വീക്കിലി ഇൻകം മാത്രമാണെങ്കിൽ മാച്ചിങ് ബോണസ് മാത്രമേ ഉണ്ടാവും. പക്ഷെ അതൊരാഴ്ചയിൽ വരികയാണെങ്കിലോ അതിന്റെ കൂടെ 2000 കൂടി 3,750 രൂപ കിട്ടും. പ്ലസ് അത് പാക്കേജിലൂടെ വരികയാണെങ്കിലോ 12,000 രൂപ വീണ്ടും കൂടി. അപ്പൊ 15,750 രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം പോസിബിലിറ്റി. 25,000 BVയിൽ നിങ്ങൾക്ക് മാക്സിമം എടുക്കാൻ പറ്റുന്ന ഇൻകം 15,750 രൂപ. അപ്പം
12 പാക്കേജ് 8,000ന്റെ 12 വരും. അപ്പോ 96,000 രൂപയുടെ 8,000 രൂപന്റെ 10 എന്ന് പറയുമ്പോൾ 80,000. 96,000 രൂപയുടെ ബിസിനസ് വരുമ്പോൾ ലെഫ്റ്റും റൈറ്റിലും മാച്ച് ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 15,750 രൂപ ഇൻകം കിട്ടുക എന്ന് പറയുമ്പോൾ അതിന്റെ മാക്സിമം ഈൽഡ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 10 ഓൾമോസ്റ്റ് 15% മുകളിൽ ഈൽഡ് കിട്ടുക. ഓക്കെ, ഇനി ടോട്ടൽ നമ്മൾ ഒരു കാൽക്കുലേഷൻ എടുക്കുമ്പോൾ 2,000 രൂപ വെച്ച് ഒരു ദിവസത്തേക്ക് 30 ഡെയിലി ഇൻകം, 30 ദിവസത്തേക്ക് 60,000 രൂപ ഇൻകം കിട്ടുക ഡെയിലി ഇൻകം. വീക്കിലി ഇൻകം മാച്ചിങ് ബോണസ് 7% ഞാൻ പറഞ്ഞു, 2,11,000. CP ബോണസ് 2,000 ഒരാഴ്ചയിൽ, 2,13,000 ഒരാഴ്ചയിൽ വീക്കിലി പ്ലസ് CP ബോണസ് കിട്ടും. 4 ആഴ്ച എന്ന് പറയുമ്പോൾ 8,52,000 പ്ലസ് ഡെയിലി ഇൻകം 60,000. 9,12,000 രൂപ നിങ്ങൾക്ക് ഡെയിലി പ്ലസ് വീക്കിലി ഇൻകത്തിലൂടെ ഇൻകം ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, ഡെയിലി വീക്കിലി ഇൻകത്തിലൂടെ നിങ്ങൾക്ക് 9,12,000 രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലാക്കി വെക്കുക. ഇതില് ഡെയിലി ഇൻകത്തിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ചാൽ പല കമ്പനികളിലും തുടക്കക്കാർക്ക് പൈസ ഇല്ല. ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം തുടക്കത്തിൽ എപ്പോഴും സ്ട്രഗിളിംഗ് ആണ്. ഭൂരിഭാഗം കമ്പനികളുടെ നമ്മളെ അവസ്ഥകൾ അങ്ങനെ. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ബൾക്ക് പർച്ചേസ് ഒക്കെ നിങ്ങൾ ചെയ്യണം, 50,000 രൂപയ്ക്ക് പർച്ചേസ് ഒക്കെ ചെയ്യും. അപ്പൊ അവിടെയാണ് നമ്മൾ ആ ഒരു സൊല്യൂഷന് വേണ്ടിയിട്ടാണ് കമ്പനി ഡെയിലി ഇൻകം എന്ന് പറഞ്ഞിട്ട് ഒരു ആക്റ്റീവ് ഇൻകം. കാരണം 60,000 രൂപ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അതിൽ, ഓക്കെ. പക്ഷെ ഒരു ആക്റ്റീവ് സോഴ്സ് ഓഫ് ഇൻകം നിങ്ങൾക്ക് അതിൽ ഒരു സഡൻ ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഡെയിലി ഇൻകം കമ്പനി തരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ബൂസ്റ്റർ പാക്കേജ് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി പറയും. ഡെയിലി ഇൻകത്തിന് നിങ്ങൾക്ക് പെട്ടെന്നാണ് ഒരു പൈസ കാശാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ പാക്കേജിലൂടെ ആക്ടിവേഷൻ എടുത്തു വരും. അങ്ങനെ ആവുന്ന സമയത്ത് നിങ്ങളെ കൂടെ വരുന്ന ആളുകളെ പാക്കേജ് എടുക്കാൻ തുടങ്ങും. അവിടെ അതിലൂടെ നിങ്ങൾക്ക് വരുമാനം കിട്ടിയിട്ട്. നേരെ മറിച്ച് നിങ്ങൾ പാക്കേജ് എടുത്തില്ല, അവര് പാക്കേജ് എടുക്കും, നിങ്ങൾക്ക് ഡെയിലി ഇൻകം നഷ്ടപ്പെടും. അപ്പൊ അത് ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പാക്കേജിൽ ആക്ടിവേഷൻ ചെയ്യണം. ക്ലിയർ? അപ്പൊ അതൊരു സഡൻ ഇൻകത്തിലേക്ക് പോകും, പെട്ടെന്നൊരു പൈസ കിട്ടുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെടും, പെട്ടെന്ന് അത് യൂസ്ഫുൾ ആവും. പാസീവ് ഇൻകം വേറെ ഉണ്ട് കേട്ടോ. പാസീവ് ഇൻകം വലിയൊരു ഇൻകം മന്ത്ലി ഇൻകത്തിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഈ ഡെയിലി ഇൻകത്തിൽ ഞാൻ പറഞ്ഞു ലൈഫ് ടൈം ഇൻകം എന്ന് പറയുന്ന ഇൻകം ഉണ്ട് അല്ലെ, ആജീവനാന്ത ഇൻകം. ലൈഫ് ടൈം ഇൻകം എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു റിവാർഡ് പോയിന്റ് ഉണ്ട്. ഓരോ പാക്കേജിനും ഒരു പോയിന്റ് വെച്ചിട്ടുണ്ട്, റിവാർഡ് പോയിന്റ്. അപ്പൊ നമ്മളിവിടെ കാൽക്കുലേഷൻ നോക്കുമ്പോൾ ഡബിൾ സൈഡ് ക്യാരി ഫോർവേഡിംഗ് ആണ്, ലിമിറ്റഡ് ഇൻകം ആണ്, ടൈം ബൗണ്ട് ഒന്നുമില്ല. ലൈഫ് ടൈം ഇൻകത്തിന് ടൈം ബൗണ്ട് ഇല്ല. അതായത് ഈ റിവാർഡ് പോയിന്റ് എന്നാണോ എത്ര പോയിന്റ് ഓരോ സ്ലാബാണ്. അതായത് 1,000 രൂപ തൊട്ടിട്ട് ഓരോ സ്ലാബ് വൈസ് മാച്ചിങ്ങിനും മിനിമം 1,000 തൊട്ടിട്ട് 1 കോടി രൂപ വരെ മാച്ചിങ്ങിന് കിട്ടുന്നുണ്ട്. അപ്പൊ ഒരു സ്ലാബ് മാച്ച് ചെയ്താൽ അടുത്ത സ്ലാബ് വരുന്നത് 0 എന്നാണ്. ഞാൻ അതിന്റെ പിക്ചർ കാണിച്ചു തരാം. അതായത് അക്യുമുലേഷൻ, ടോട്ടൽ അക്യുമുലേഷൻ ഇൻകം 1,89,83,100 പ്ലസ് ടൂർ ഏകദേശം ഒരു 2 കോടി രൂപേന്റെ അടുത്ത് ബെനിഫിറ്റ് ആണ് നമുക്ക് ടോട്ടൽ ലൈഫ് ടൈം ഇൻകത്തിലൂടെ കിട്ടുന്നത്. ഓക്കെ, ഇത് മാസ വരുമാനത്തിന്റെ കൂടിയാണ് ഇത് അയച്ചു തരാം കേട്ടോ, ലൈഫ് ടൈം ഇൻകം എന്ന് പറയുന്നത്. അപ്പൊ ഇത് എങ്ങനെയാണ് കൊടുക്കുന്നത് വെച്ചാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം. ഇപ്പൊ ഞാൻ പറഞ്ഞു 8,000ന്റെ പാക്കേജിന് 2 റിവാർഡ് പോയിന്റ് ആണ്. അപ്പൊ ഇവിടെ ഈ റൈറ്റ് സൈഡിലുള്ള പിക്ചർ നിങ്ങൾ നോക്കുക, 10 റിവാർഡ് പോയിന്റ് 10 റിവാർഡ് പോയിന്റ് വരൂലേ എന്നതുപോലെ 8,000ന്റെ പാക്കേജ് 5 അവിടെ വന്നാലോ, 1-ന് 2 പോയിന്റ് ആണ്. അപ്പൊ 10 10 റിവാർഡ് പോയിന്റും 10 റിവാർഡ് പോയിന്റും എന്ന് മാച്ച് ചെയ്യുന്ന അന്ന് നിങ്ങൾക്ക് 1,000 രൂപ കിട്ടുക. ടൈം ബൗണ്ട് ഇല്ല. ഇനി അടുത്തത് നിങ്ങൾ നോക്കി 25 പോയിന്റ് ആണ്. 10 കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയി, പിന്നെ 0 വീണ്ടും തുടങ്ങാണ്. 25 റിവാർഡ് പോയിന്റും 25 റിവാർഡ് പോയിന്റും വരുമ്പോൾ 2,100 രൂപ പേയ്മെന്റ് തരാണ്. 50 വരുന്ന സമയത്ത് ടൂർ കിട്ടുകയാണ്. അപ്പൊ 0 വീണ്ടും തുടങ്ങണം കേട്ടോ, 50 വീണ്ടും തുടങ്ങും. 100 വരുന്ന സമയത്ത് 10,000 രൂപ കിട്ടും. 250 വരുന്ന സമയത്ത് 20,000 രൂപ കിട്ടും. 500 വരുന്ന സമയത്ത് 50,000 രൂപ. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, 1 ലക്ഷം വരുന്ന സമയത്ത് 1 കോടി രൂപ ഒരു വലിയൊരു ബൾക്ക് എമൗണ്ട് ആയിട്ട് കിട്ടുക. അത്തരം സിറ്റുവേഷൻ തന്നെ വലിയ ടീമിലേക്ക് മാറണം. പക്ഷെ എന്നാലും നമ്മൾ എന്തായാലും ലൈഫ് ടൈം ഇൻകത്തിന് വേണ്ടി നമ്മുടെ എഫേർട്ട് ഒന്നും ഇടുന്നില്ല. നമ്മൾ എഫേർട്ട് ഇടുന്നത് ജോയിനിങ്ങിന് പുതിയ ആളുകളെ പാക്കേജ് എടുപ്പിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി അവിടെ ലൈഫ് ടൈം ഇൻകത്തിന് എലിജിബിൾ ആയി. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ എക്സാമ്പിൾ നോക്കി ചിത്രം നോക്കിയേ, 10 റിവാർഡ് പോയിന്റ് 10 റിവാർഡ് പോയിന്റ് 1,000 രൂപ കിട്ടി, 60ഉം 50ഉം വന്നു. ഇതൊരു ദിവസം കൊണ്ട് വന്നു വിചാരിച്ചോ. അപ്പൊ നമ്മുടെ സെക്കൻഡ് സ്ലാബ് എന്ന് പറയുന്നത് 25 ആണേ. അപ്പൊ ഇവിടെ 60 വന്നിട്ടുണ്ട്. അപ്പൊ 25ന്റെ പൈസ നമുക്ക് തരണം അല്ലെ. ഇവിടെ റൈറ്റ് സൈഡിൽ 50 വന്നു. അപ്പൊ 25ന്റെ ക്യാഷ് 2,100 നിങ്ങൾക്ക് തന്നു. ബാലൻസ് വരുന്ന 60 കഴിഞ്ഞിട്ട് 35 ക്യാരി ഫോർവേഡ് ചെയ്തു. ഇവിടെ 25 അതും ക്യാരി ഫോർവേഡ്.
25 മതിയല്ല, 50 വന്നിട്ടുണ്ട്. അപ്പൊ 35 ഇവിടെ കിടക്കുന്നുണ്ട്, 25 ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പൊ രണ്ട് സൈഡിലും ക്യാരി ഫോർവേഡ് ചെയ്തു. അതിന് ടൈം ബൗണ്ട് ഒന്നുമില്ല. അത് ഒരു മാസം കൊണ്ടാവാം, ഒരു ദിവസം കൊണ്ടാവാം, ഒരു വർഷം കൊണ്ടാവാം, 2 വർഷം കൊണ്ടാവാം. അതൊന്നും വിഷയമല്ല. എന്നാണോ സ്ലാബ് വരുന്നത് ക്ലിയർ ആവും. പിന്നീട് ഇവിടെ 15 വരുന്നു, ഇവിടെ 25 വരുന്നു. ഇത് 35 15 കൂടി ഇവിടെ 50ആയി, 25 കൂടെ 50ആയി. അപ്പൊ 50ന്റെ സ്ലാബിന് നമുക്ക് ടൂർ കിട്ടും. ഇങ്ങനെയാണ് ഇത് ക്യാരി ഫോർവേഡ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതൊരു സൂപ്പർബായിട്ടുള്ള ഒരു ഇൻകം ആണ്. ഓക്കെ, ഇനി ഞാൻ മന്ത്ലി ഇൻകത്തിലേക്കാണ് പോകുന്നത്. മാസ വരുമാനം, ലാസ്റ്റ് ഇൻകമാണ് നമ്മുടെ മന്ത്ലി ഇൻകം എന്ന് പറയുന്നത്. മന്ത്ലി ഇൻകം എന്ന് പറയുന്നത്, അതായത് ഞാൻ പറഞ്ഞത് ഡെയിലി ഇൻകത്തിന് വേണ്ടി നമ്മൾ ഒരു പുതിയ ആളെ ജോയിൻ ചെയ്യിപ്പിക്കുന്നു, ആ വോളിയം. അപ്പൊ ഡെയിലി പാക്കേജിലാണെങ്കിൽ നിങ്ങൾക്ക് അത് ഡെയിലി ഇൻകത്തിന് വേണ്ടിയിട്ടുള്ള വോളിയമാണ്. അതേ വോളിയം തന്നെയാണ് ആഴ്ചയിലേക്ക് എടുക്കുക. ഡെയിലി ഇൻകത്തിന് വേണ്ടി എടുക്കുന്ന വോളിയം തന്നെയാണ് ആഴ്ച വരുമാനത്തിലേക്ക് എടുക്കുക. അപ്പൊ നിങ്ങൾ ആഴ്ച വരുമാനത്തിന് സെപ്പറേറ്റ് വർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ആഴ്ച വരുമാനത്തിന് വീക്ക്ലി ഉണ്ടല്ലോ, ഓരോ ആഴ്ച വരുന്ന വോളിയം, അതിനെയാണ് മന്ത്ലിക്ക് എടുക്കുക. 4 ആഴ്ചയാണ് ഒരു മാസം കോമൺ സാധാരണയായിട്ട്. അതേ വോളിയം മാസത്തേക്ക് എടുക്കുക. അങ്ങനെയാകുമ്പോ നോക്കാം, ഇവിടെ അൺലിമിറ്റഡ് ഇൻകം ആണ്. വോളിയം ക്യാരി ഫോർവേഡ് ചെയ്യില്ല. ഒരു മാസം കംപ്ലീറ്റ് ചെയ്താൽ ആ വോളിയം മാസം കൊണ്ട് ലെഫ്റ്റ് റൈറ്റ് എത്ര വന്നോ അതിന്റെ പൈസ തരും. മിനിമം ഒരു 500 VA എങ്കിലും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. 10ാം തീയതി, എല്ലാ മാസവും 10ാം തീയതി നിങ്ങളെ അക്കൗണ്ടിലേക്ക് മന്ത്ലി ഇൻകം ട്രാൻസ്ഫർ 300 രൂപയെങ്കിലും മിനിമം ആവുമ്പോഴാണ് ഒരുമിച്ച് അയച്ചു തരാം. ഓക്കെ, അതാണിത്. ഇപ്പൊ ഒരു മാസം കൊണ്ട് നിങ്ങൾക്ക് 50,000 BV വന്നു, ഇവിടെ 1,00,000 BV വന്നാൽ 50,000 മാച്ച് ചെയ്യുന്നു, അതിന്റെ പൈസ നിങ്ങൾക്ക് തരുന്നു. ബാക്കി 50,000 ക്യാരി ഫോർവേഡിങ് ചെയ്യില്ല. മന്ത്ലിയിൽ ക്യാരി ഫോർവേഡിങ് ഇല്ല. പക്ഷെ ആണ് അൺലിമിറ്റഡ് ഇൻകം ആണ്, എത്ര മണി ഉണ്ടാക്കാം. ഒരു എക്സാമ്പിൾ നോക്കാം. 15,000 BV വന്നു, 10,000 BV വന്നു ഒരാഴ്ചയിൽ. 10,000 മാച്ച് ചെയ്യുന്നു, ബാലൻസ് വരുന്ന 5,000 ക്യാരി ഫോർവേഡ് ചെയ്യുന്നു നെക്സ്റ്റ് വീക്കിലേക്ക്, സെക്കൻഡ് വീക്കിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തു. അപ്പം അടുത്ത ആഴ്ച സെക്കൻഡ് വീക്കിൽ 20,000 വന്നു, 35,000 വന്നു. അപ്പൊ 5,000 അവിടെ ഇട്ട് 20ഉം 5ഉം 25 വന്നു, 35 വന്നു. അപ്പൊ 25,000 വീണ്ടും മാച്ച് ചെയ്യുന്നു, ബാലൻസ് 10,000 വീണ്ടും ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. മൂന്നാമത്തെ ആഴ്ച 50,000 BV വന്നു, 50,000 BV വന്നു, 10,000 അവിടെ ഉണ്ട്. അപ്പൊ 50ഉം 60ഉം മാച്ച് ചെയ്യുന്നു. ബാക്കി വരുന്ന 10,000 വീണ്ടും 4ാമത്തെ ആഴ്ചയിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. 4ാമത്തെ ആഴ്ച അവിടെ 1,00,000 BV വന്നു, 75,000 വന്നു. പഴയ 10,000 അവിടെ ഉണ്ട്. 85ഉം 1,00,000 കൂടി മാച്ച് ചെയ്യുന്നു. ബാലൻസ് വരുന്ന 15,000 വീണ്ടും ക്യാരി ഫോർവേഡ്. അങ്ങനെ ആഴ്ച വോളിയം ഈ റെഡിൽ കാണിച്ചത് ക്യാരി ഫോർവേഡ് ചെയ്ത് ഇങ്ങനെ പോവാണ്. അതിങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് പോകും. ഇനി 4 ആഴ്ചയാണ് ഒരു മാസം അല്ലെ. അപ്പൊ നമ്മൾ മന്ത്ലി എങ്ങനെ എടുക്കുക? ടോട്ടൽ ലെഫ്റ്റിൽ വന്ന വോളിയം എടുക്കും. 15,000, 20,000, 50,000, 1,00,000. ടോട്ടൽ അവിടെ വന്നത് 1,85,000 വോളിയം. അപ്പൊ ഗ്രീൻ കളർ, പച്ച കളറിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. ലെഫ്റ്റില് റൈറ്റിൽ വന്നത് 10,000, 35,000, 50,000, 70,000. ടോട്ടൽ 1,70,000. അപ്പോ 1,85,000 ലെഫ്റ്റിലും 1,70,000 റൈറ്റിലും വന്നു. അപ്പൊ മാച്ച് ചെയ്യുന്നത് 1,70,000 ആണ്. അതിന്റെ കാശ് നിങ്ങൾക്ക് മന്ത്ലി ഇൻകം ആയിട്ട് തരും. പക്ഷെ ബാലൻസ് വരുന്ന 15,000 മന്ത്ലിയിൽ ക്യാരി ഫോർവേഡിങ് ചെയ്യും. അത് ക്യാരി ഫോർവേഡിങ് ചെയ്യില്ല, അത് നഷ്ടപ്പെടും. ആ മാസത്തെ ക്ലോസ് ചെയ്യും. വീക്കിലി വോളിയം ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് ക്ലിയർ. അപ്പൊ ഇവിടെ മന്ത്ലി വോളിയം എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു രീതിയിലാണ്. കാരണം ബിസിനസ് വോളിയത്തിന്റെ 95% നമുക്ക് ടോട്ടൽ പേ ഔട്ട് ചെയ്യുന്ന കമ്പനി. അങ്ങനെ ആവുന്ന സമയത്ത് അതിന്റെ 46% തരുന്നത് മന്ത്ലി ഇൻകത്തിലേക്കാണ്. ക്ലിയർ? 46% അതിൽ കൂടുതൽ. 18% പോകുന്നത്, അതായത് ഒരു മാസം കൊണ്ട് 2,500 വോളിയം 2,500 വോളിയം വരുമ്പോൾ നിങ്ങൾ ബ്രോൺസ് ടൈറ്റിലാണ്. 10,000 വോളിയം വരുമ്പോൾ സിൽവർ ആണ്. 25,000 ഗോൾഡ്. 50,000 വോളിയം മാച്ച് ചെയ്യുമ്പോൾ പ്ലാറ്റിനം. 1 lakh ടോപ്പസ്, 2.5 lakh ഡയമണ്ട്, 5 lakh ബ്ലൂ ഡയമണ്ട്, 10 lakh ബ്ലാക്ക് ഡയമണ്ട്, ഇങ്ങനെ പോകും. അപ്പോ ഈ ഒരു രീതി നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ടോട്ടൽ നമുക്ക് 46% അതിന്റെ മുകളിലേക്ക് ടൂറും കിട്ടുന്നുണ്ട്. അപ്പം മേജർ ഇൻകം കിടക്കുന്ന എവിടെയാണ്? മന്ത്ലിയിലാണ്. ഓക്കെ, മന്ത്ലി ഇൻകത്തിന് വേണ്ടി മന്ത്ലി ഇൻകം കിട്ടാൻ വേണ്ടി നമ്മൾ സെപ്പറേറ്റ് എഫോർട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡെയിലി ഇൻകത്തിന് വേണ്ടിയിട്ടുള്ള പണി തന്നെയാണ് ഓട്ടോമാറ്റിക് മന്ത്ലിയിൽ വരും. അപ്പോൾ നിലവിലുള്ള ആളുകൾ വീണ്ടും പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അത് ന്യൂ ജോയിനി വോളിയം ആവാം. ഇപ്പൊ നിലവിലുള്ള ആൾക്ക് തന്നെ വീണ്ടും പാക്കേജ് പർച്ചേസ് ചെയ്യാം. അതൊന്നും വിഷയമല്ല. പാക്കേജോ ഇഷ്ടപ്പെട്ട ഇപ്പൊ 2ാമത്തെ മാസം തൊട്ട് നിങ്ങൾക്ക് ഏത് വേണേൽ പ്രൊഡക്റ്റ് വേണേലേക്ക് വരാം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാ മാസവും ഉൽപ്പന്നങ്ങൾ വേണമല്ലോ. പേസ്റ്റ് വേണം, സോപ്പ് വേണം. ഇതെല്ലാം റെഗുലർ ആയിട്ട് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ അതൊരാഴ്ചയിൽ വന്നാല് ആഴ്ച കൂടിയായി. 4 ആഴ്ചയും കൂടി എടുക്കുമ്പോൾ മന്ത്ലി ഇൻകം. അത് പുതിയ ആളുകളുടെ ബിസിനസ് ആവാം, നിലവിലുള്ളവരുടെ വീണ്ടും പർച്ചേസ് ആവാം. അതൊന്നും വിഷയമല്ല. വോളിയം വന്നാൽ മതി. ഒരു മാസം കൊണ്ട് എത്ര വോളിയം വന്നു എന്ന് നോക്കുക.
അപ്പൊ ഇതിന്റെ ചെറിയൊരു കാൽക്കുലേഷൻ എടുക്കാം. ബ്രോൺസ് ആണ്. ബ്രോൺസിന്റെ 2500 വോളിയം ലെഫ്റ്റ് റൈറ്റ് വരുമ്പോൾ 18% കമ്പനി മാറ്റി വെക്കുന്നത്. ഇപ്പോഴത്തെ വാല്യൂ അനുസരിച്ച് ഏകദേശം ഒരു 140 രൂപ നിങ്ങൾക്ക് മന്ത്ലി ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ടോ ബ്രോൺസിന്റെ വാല്യൂ. ഇനി സിൽവർ ആണ്. സിൽവർ 10,000 വരണം. ഒരു മാസം കൊണ്ട് 9% സിൽവറിന് വേണ്ടി കമ്പനി ഒരു പൂളാണ്. ടോട്ടൽ ഇന്ത്യയിൽ എത്ര പേരാണോ ഡിവൈഡ് ചെയ്യും, ഇന്ത്യയിൽ എത്ര പേരാണ് അത് മാച്ച് ചെയ്തത്, അതിന്റെ വോളിയം ഡിവൈഡഡ് ബൈ കമ്പനിയുടെ 9%. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണ് 380 രൂപയാണ് ഇപ്പോഴത്തെ വാല്യൂ. 380 സിൽവർ മാച്ച് ചെയ്യുമ്പോൾ. അങ്ങനെ ആകുമ്പോൾ സിൽവറിന്റെ 10,000 വോളിയത്തിന് 380 രൂപ നിങ്ങൾക്ക് കിട്ടും. പ്ലസ് ഈ സിൽവറിൽ നേരത്തെ പറഞ്ഞ ബ്രോൺസ് എത്ര ഉണ്ടെന്ന് നോക്കും. ഒരു ബ്രോൺസിന്റെ വാല്യൂ 2,500 ആണ്. ഒരു 10,000 എത്ര 2,500 140 ഇൻറ്റു 4 560 രൂപ അങ്ങനെ കിട്ടി. ടോട്ടൽ 940 രൂപയായിരിക്കും നിങ്ങളുടെ ഇൻകം എന്ന് പറയുന്നത്. ഇനി ഗോൾഡ് എന്ന് പറഞ്ഞാൽ 25,000 വോളിയം ഒരു മാസം കൊണ്ട് ലെഫ്റ്റും റൈറ്റും വരുന്ന സമയത്ത് നിങ്ങൾ ഗോൾഡ് എന്ന് പറഞ്ഞ ടൈറ്റിലെത്തി. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഗോൾഡിന്റെ ഇപ്പോഴത്തെ വാല്യൂ 6% കമ്പനി പൂള് മാറ്റിവെച്ചത്. മാക്സിമം നിങ്ങൾക്ക് 50 പോയിന്റ് വരെ തരും. അത് ഒരുപക്ഷെ ഇപ്പൊ പറഞ്ഞാൽ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇൻഡെക്സ് വാല്യൂ ഇപ്പൊ 750 രൂപയാണ്. ഒരു ഗോൾഡിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 750 റുപ്പീസാണ്. അപ്പൊ ഇവിടെ ഒരു ഗോൾഡ് എന്ന് പറയുമ്പോൾ 750 രൂപ കാണിച്ചു. കാൽക്കുലേഷൻ നോക്കിയാൽ മതി. സിൽവർ ഞാൻ പറഞ്ഞു, സിൽവർ തൊട്ട പുറകത്തെ സ്ലാബാണ്, ടൈറ്റിലാണ്. 10,000 വരുമ്പോ അപ്പൊ ഒരു ഗോൾഡിൽ എത്ര സിൽവർ എന്ന് നോക്കും. 25,000 എത്ര 10,000 നോക്കും. 2 എണ്ണം. ഒരു 10,000 വാല്യൂ 380 രൂപ, 720 രൂപ അങ്ങനെ കിട്ടും. പ്ലസ് ബ്രോൺസ് 2,500 രൂപയാണ് ഒരു ബ്രോൺസ് വാല്യൂ. 25,000 10 2,500 ഒരു ബ്രോൺസ് എന്ന് പറയുന്നത്. അല്ല, ഒരു ബ്രോൺസ് 2,500 10 എണ്ണം വരണം അല്ലെ 25,000. അപ്പൊ ഒരു ബ്രോൺസിന്റെ വാല്യൂ 140. അപ്പൊ 1,400 രൂപ കിട്ടി. 2,870 രൂപയായിരിക്കും നിങ്ങൾക്ക് 25,000 വോളിയം മാച്ച് ചെയ്യുമ്പോൾ ഒരു മാസം കൊണ്ട് കിട്ടുന്ന ഇൻകം എന്ന് പറഞ്ഞാൽ. മന്ത്ലി ഇൻകം മാത്രമായിട്ട് ഞാൻ പറഞ്ഞത് 2,870. ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. 50,000 വോളിയത്തിന്റെ പ്ലാറ്റിനം എന്ന് പറഞ്ഞ ടൈറ്റിലായിരിക്കും. 50,000 മാക്സിമം ക്യാപ്പിംഗ് ലിമിറ്റ് 25 പോയിന്റ് ആണ്. ഒരു വാല്യൂ എന്ന് പറഞ്ഞാൽ 1,000 രൂപയാണ്. ചെറിയ മാറ്റമൊക്കെ ഉണ്ടാവും, ചിലപ്പോൾ കൂടും, ചിലപ്പോൾ ചെറിയ രീതിയിൽ കുറയും, അങ്ങനെയൊക്കെ ഉണ്ടാവും. ഒരു ആവറേജ് ഇപ്പൊ കിട്ടുന്ന ഒരു ഫിക്സഡ് വാല്യൂ 1,000 രൂപയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ അങ്ങനെ ആവുന്ന സമയത്ത് പ്ലാറ്റിനത്തിന് 1,000 രൂപ കാണിച്ചു. ഗോൾഡ് എന്ന് പറഞ്ഞാൽ 25,000 ആണ്. ഒരു പ്ലാറ്റിനത്തിൽ എത്ര ഗോൾഡ് ഉണ്ട് നോക്കും. 50,000 എത്ര 25,000 2 എണ്ണം. 750 രൂപയാണ് ഒരു ഗോൾഡിന്റെ വാല്യൂ. ഇനി ഒരു പ്ലാറ്റിനത്തിൽ എത്ര സിൽവർ ഉണ്ട് നോക്കും. സിൽവറിന്റെ വാല്യൂ 10,000 ആണ്. 5 സിൽവർ ആണ് ഒരു പ്ലാറ്റിനം എന്ന് പറയുന്നത്. 380 ഇൻറ്റു 5. ബ്രോൺസ് 2,500 ആണ് ബ്രോൺസിന്റെ വാല്യൂ. 50,000 20 എണ്ണം ഉണ്ടാവും, 140. ടോട്ടൽ നമ്മൾ എടുക്കുമ്പോൾ 7,200 രൂപയായിരിക്കും നിങ്ങളുടെ മന്ത്ലി ഇൻകത്തിൽ 50,000 വോളിയം വന്നുള്ള ഇൻകം. ഇനി അത് കഴിഞ്ഞ ടോപ്പസ് ആണ്. ടോപ്പസിന് മാക്സിമം ക്യാപ് ലിമിറ്റ് ഇല്ല. അവിടുന്ന് അങ്ങോട്ട് അൺലിമിറ്റഡ് ഇൻകത്തിലേക്ക് പോവാണ്. 1,00,000 BA വരുന്ന സമയത്ത് 1,00,000 എത്ര പ്ലാറ്റിനം ഉണ്ട്, 1,00,000 എത്ര ഗോൾഡ്, 1,00,000 സിൽവർ, ബ്രോൺസ്, ഇങ്ങനെ പോകും. 16,100 രൂപയായിരിക്കും നിങ്ങളുടെ ടോപ്പസിൽ വരുന്ന സമയത്ത്. നിങ്ങൾ ഒരു മാസം കൊണ്ട് നിങ്ങൾ 16,100 രൂപ നിങ്ങൾക്ക് ഇൻകം ഉണ്ടാവും ടോപ്പസിൽ. ഓക്കെ, ക്ലിയർ. ഇനി ഡയമണ്ട് ആണ്. ഡയമണ്ട് 2,50,000 വോളിയം ഓർഗനൈസേഷൻ 1 2 വരുമ്പോൾ ഓൾമോസ്റ്റ് 44,000 45,000 രൂപ നിങ്ങൾക്ക് ഇൻകം ഉണ്ടാവും. ഒരു ഡയമണ്ടിൽ എത്ര ടോപ്പസ് ഇട്ട് ഇങ്ങനെ പോകും. നേരത്തെ പറഞ്ഞ കാൽക്കുലേഷൻ തന്നെ. പിന്നെ ബ്ലൂ ഡയമണ്ട് എന്ന ടൈറ്റിൽ ഏകദേശം 1,00,000 രൂപ, നിങ്ങൾക്ക് 1,00,000 റുപ്പീസ് മന്ത്ലി ഇൻകം മാത്രം ഉണ്ടാവും കേട്ടോ. ക്ലിയർ. ഇങ്ങനെയാണ് ഇതിന്റെ ഇതെടുക്കുന്നത്. പിന്നെ വരുന്നത് ഓക്കെ, ഞാൻ ടോട്ടൽ ഇതിങ്ങനെ പോവും. അതായത് നമുക്കിവിടെ ടൈറ്റിൽ നോക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഈ ടൈറ്റിൽ കാണാലോ അല്ലെ. ബ്ലൂ ഡയമണ്ട് വരെ പറഞ്ഞു. ബ്ലൂ ഡയമണ്ടിൽ നമുക്ക് ഞാനൊരു ഇൻകം പറഞ്ഞു 1,00,000 റുപ്പീസ്. ഇനി സോറി, ബ്ലൂ ഡയമണ്ടിലല്ല, മന്ത്ലി ഇൻകം മാത്രം നോക്കുന്നത് 1,00,000 റുപ്പീസ്. ഇനി നമ്മൾ ടോട്ടൽ ഒരു കാൽക്കുലേഷൻ നോക്കാം കേട്ടോ. നമ്മൾ ഇതുവരെ പറഞ്ഞതിന്റെ ടോട്ടൽ കാൽക്കുലേഷൻ എടുക്കാം. അതായത് മന്ത്ലി ഇൻകത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ട്. അത് നമ്മളെ ഇപ്പൊ ഒരു പിക്ചർ നോക്കാം. 10,000 വോളിയം നിങ്ങൾ ഓർഗനൈസേഷൻ 1 വന്ന് 7,500 വന്നിട്ടുണ്ട്.
നിങ്ങളുടെ പേഴ്സണൽ സെയിൽസ് വോളിയം എന്ന് പറയുന്നത് നിങ്ങൾ സ്വന്തമായിട്ട് ഐഡിയയുടെ പർച്ചേസ് ചെയ്ത വോളിയം എന്ന് പറയുന്നത് 2500 ഇപ്പൊ നിങ്ങളുടെ വീക്കർ ഓർഗനൈസേഷൻ 7500 അപ്പൊ അതിന്റെ കൂടെ ഇത് കൂട്ടും 10,000 ആയിട്ട് അവിടെ കൺസിഡർ ചെയ്യും. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ വോളിയം വീക്കർ ഓർഗനൈസേഷൻ കൂട്ടിയിട്ട് 10,000 ആയിട്ട് മാച്ചിങ് എടുക്കും. അങ്ങനെയാവുന്ന സമയത്ത് വീക്കിലി ഇൻകത്തിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മാച്ചിങ് ബോണസ് കിട്ടും കേട്ടോ. ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് 10,000 മാച്ചിങ് ബോണസ് ആണ് കമ്പനി തരിക. 700 രൂപ, 7,500 അല്ല. കാരണം നിങ്ങളുടെ പേഴ്സണൽ വോളിയം ചെയ്തുകൊണ്ട് ഏതാഴ്ചയാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നത് ആ ആഴ്ച നിങ്ങൾക്ക് മാച്ചിങ് ബോണസ് 7% കിട്ടും. പ്ലസ് മന്ത്ലിയിലെ നോക്കുന്ന സമയത്തോ ഇത് പേഴ്സണൽ വോളിയത്തിലേക്ക് എടുക്കുന്ന സമയത്ത് മന്ത്ലി ഇൻകത്തിലേക്ക് എടുക്കും. അതായത് മന്ത്ലി ഇൻകം എന്ന് പറയുമ്പോൾ ടൈറ്റിലേക്ക് എടുക്കും, ടൈറ്റിൽ ക്വാളിഫിക്കേഷൻ എടുക്കും, പ്ലസ് ഇൻകത്തിലേക്ക് എടുക്കും. ചിലപ്പോൾ നിങ്ങളിപ്പോ ഒരു സിൽവർ ക്വാളിഫൈ ചെയ്യണം, നിങ്ങൾക്ക് 7,500 വന്നിട്ടുള്ളൂ, 2,500 നിങ്ങളുടെ വോളിയം ഉണ്ട്, 2,500 7,500 കൂട്ടുമ്പോൾ 10,000 ആയി. നിങ്ങൾ സിൽവർ ക്വാളിഫൈ ചെയ്തു, സിൽവറിന്റെ ഇൻകം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ സെയിൽസ് വോളിയം വീക്കറിലേക്ക് ഓർഗനൈസേഷനിലേക്ക് കൺസിഡർ ചെയ്യും. വീക്കിലിയിലും എടുക്കും, മന്ത്ലിയിലും എടുക്കും. ഓക്കെ, ഇനി ടോട്ടൽ ഒരു ക്ലാരിഫിക്കേഷൻ പോവാം. ലാസ്റ്റ് ഫൈനൽ ഏകദേശം ഒരു മണിക്കൂർ ആവില്ലേ, 6:15 നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ടോട്ടൽ ഇൻകം ആണ് മാക്സിമം പോസിബിലിറ്റി. ഡെയിലി, വീക്കിലി, മന്ത്ലി, ലൈഫ് ടൈം എല്ലാം കൂടി കൂട്ടിയിട്ടില്ല. എല്ലാം കൂടി കൂട്ടിയിട്ട് നമ്മൾ ഓരോന്നോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു പോകുന്നതാണ് ഞാൻ. 1,00,000 വോളിയം വന്നൊരു സിറ്റുവേഷൻ, അതായത് ടോപ്പസ് എന്ന് പറയുന്ന റാങ്ക് മന്ത്ലിയിൽ നോക്കുമ്പോൾ മന്ത്ലി ടോപ്പസ് ലെഫ്റ്റും റൈറ്റും മാച്ച് ചെയ്തു 50 പാക്കേജ് വരാം. അതായത് 2,000 BVയുടെ പാക്കേജിലൂടെയാണ് വന്നതെന്ന് വിചാരിച്ചോ. പാക്കേജിലൂടെ വന്നു. പാക്കേജ് വരുമ്പോൾ 2,000 BVന്റെ 50 പാക്കേജ് വരുമ്പോഴാണ് 1,00,000 BV ആവുക. 50 ഇടുന്ന സമയത്ത് ചിലപ്പോൾ ഈ ഇൻകത്തിന് ചെറിയൊരു കുറവുണ്ടാവും, ഒരു 1,000 രൂപയുടെ കുറവ്. അതുകൊണ്ടാണ് ഞാൻ 48 പാക്കേജ് കാണിച്ചത്. കാരണം അവിടെ CP ബോണസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവിടെ 48 പാക്കേജ് വന്നെന്ന് വിചാരിച്ചോ. 48 എവിടെ അപ്പൊ 96,000 BV ഓർഗനൈസേഷൻ 1ലും ഓർഗനൈസേഷൻ 2ലും പാക്കേജിലൂടെ വന്നു. ബാക്കി 4,000 BV നോർമൽ വോളിയത്തിലൂടെയും വന്നു. അങ്ങനെ 1,00,000 BV ഒരു മാസം കൊണ്ട് വന്നെന്ന് വിചാരിച്ചോ. അപ്പൊ 25,000 BV വെച്ചിട്ട് ഓരോ ആഴ്ചയും മാച്ച് ചെയ്യുന്നുണ്ട്. 25, 50, 75, 1,00,000 അങ്ങനെ 4 ആഴ്ച. ടോട്ടൽ ഇൻകം നോക്കാം നമുക്ക്. 48 പാക്കേജ് വന്ന സ്ഥിതിക്ക് നമുക്കിവിടെ 48,000 രൂപ നിങ്ങൾക്ക് ഡെയിലി ഇൻകം കിട്ടി. 48,000 രൂപ ഡെയിലി ഇൻകം വന്നിട്ടുണ്ട്. പ്ലസ് വീക്കിലി നോക്കാം. മാച്ചിങ് ബോണസ് 1,00,000-ന് 7%, 7,000 രൂപ മാച്ചിങ് ബോണസ്. CP ബോണസ് ഓരോ ആഴ്ചയും 25,000 വെക്കുമ്പോൾ 2,000 രൂപ വെച്ച് കിട്ടും. 4 ആഴ്ച 8,000 രൂപ, 15,000 രൂപ നിങ്ങൾക്ക് വീക്കിലി ഇൻകം കിട്ടി. 8, 7, 15. ഡെയിലി ഇൻകം 48,000 രൂപ കിട്ടി. മന്ത്ലി ഇൻകം നോക്കാം. ഞാൻ പറഞ്ഞു 1,00,000 BV വരുന്ന സമയത്ത് മന്ത്ലി ഇൻകം മാത്രം 16,100 രൂപ. അതുകൊണ്ട് ടോപ്പസ് 1,700, പ്ലാറ്റിനം 2,000 എല്ലാം കൂടി കൂട്ടുമ്പോൾ 16,100 മന്ത്ലി ഇൻകം മാത്രം ഉണ്ടാവും. അപ്പം ഡെയിലി ഇൻകം 48, വീക്കിലി ഇൻകം 15, മന്ത്ലി ഇൻകം 16,100. ലൈഫ് ടൈം ഇൻകം നോക്കാം. 48,000 എന്ന് പറയുമ്പോൾ ഒരു പാക്കേജിന് 2 പോയിന്റ് ആണ് റിവാർഡ്. 96 പോയിന്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റ് ലെവല് കംപ്ലീറ്റ് ചെയ്ത് 10 പോയിന്റിന് 1,000 കിട്ടി. സെക്കൻഡ് ലെവൽ 25 കിട്ടി. 2,100 കിട്ടി. തേർഡ് ലെവലും കംപ്ലീറ്റ് ആയി. അപ്പൊ ടോട്ടൽ 85 പോയിന്റിന് നമുക്കിവിടെ ടൂറും അടക്കം കിട്ടി. അപ്പൊ ടോട്ടൽ നമ്മൾ ഇൻകം നോക്കിയാൽ 82,200 രൂപ. എത്രയാണ്? 8,200 റുപ്പീസ് ആണ് നമ്മുടെ ടോട്ടൽ. 82,000. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ 50 പാക്കേജ് ഇട്ടോ, 4,00,000 രൂപയുടെ ബിസിനസ്, 4,00,000 രൂപയുടെ ബിസിനസ് ലെഫ്റ്റിലും 4,00,000 രൂപയുടെ ബിസിനസ് റൈറ്റിലും വന്നപ്പോ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് 82,200 രൂപ മാക്സിമം ഇൻകം കിട്ടാണ്. ഒന്ന് ആലോചിക്കുക. ഇത് ഇൻഡസ്ട്രിയിലെ ബെസ്റ്റ് പേ ഔട്ട് ആട്ടോ. ബെസ്റ്റ് പേ ഔട്ട് ഇൻഡസ്ട്രി, ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇൻഡസ്ട്രിയുടെ ഏറ്റവും ബെസ്റ്റ് പേ ഔട്ട് ആണ്. അപ്പൊ 50 പാക്കേജ് ലെഫ്റ്റിലും 50 പാക്കേജ് റൈറ്റിലും വരുമ്പോ ഓൾമോസ്റ്റ് 20% ഈൽഡ് കിട്ടുക. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ 4,00,000 രൂപയുടെ 20% 82,200 എന്ന് പറയും. അത് മാർക്കറ്റിലെ വലിയൊരു ഈൽഡ് എന്ന് അതിന് പറയാം. ഇനി മിനിമം എടുത്തോ, പാക്കേജ് ഒന്നുമില്ല, മിനിമം നിങ്ങൾ 1,00,000 BV 1,00,000 BV വന്നു, ഒരു പാക്കേജും ഇല്ല, ഏകദേശം 2,50,000 രൂപയുടെ ബിസിനസ് വന്നിട്ടുണ്ടാവും. അതിന്റെ അങ്ങനെ എടുക്കുകയാണെങ്കിൽ 31,100 രൂപ അങ്ങനെയും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, 31,000 രൂപ. അത് അവിടെയും നിങ്ങൾക്ക് ഏകദേശം 12-12.5% നിങ്ങൾക്ക് അവിടെ ഈൽഡ് കിട്ടുക. നല്ല പേ ഔട്ട് ആണ്.
അതാണ് ഞാൻ പറഞ്ഞത്. മാക്സിമം നമ്മൾ ഈൽഡ് നോക്കുന്ന സമയത്ത് 13% മിനിമം ഇൻകവും 21.5% പാക്കേജിലൂടെ നിങ്ങൾക്ക് 1 ലക്ഷം രൂപയിൽ കിട്ടുക. അതാണ് ഇതിന്റെ പ്ലാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. വെറും 2 ടീമിനെ നമ്മൾ ഓർഗനൈസ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയാൽ എല്ലാ ടൈപ്പ് പ്രൊഡക്റ്റും ഉണ്ട്, റീസണബിൾ പ്രൈസിംഗ് ആണ്, റീപർച്ചേസിംഗ് ഓട്ടോമാറ്റിക് നടന്നോളും, എല്ലാ കാര്യങ്ങളും പാക്കേജ് ഉണ്ട്. ഒരുപാട് അവൈലബിലിറ്റി സെന്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പൊ അവൈലബിലിറ്റി സെന്റേഴ്സും കൂടി നമുക്കൊന്ന് പറയുവാണെങ്കിൽ നമുക്ക് 2 രീതിയിൽ ഇതിന്റെ ഔട്ട്ലെറ്റ്സുകൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹോം ഷോപ്പി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. 51,000 രൂപ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഹോം ഷോപ്പി സ്റ്റാർട്ട് ചെയ്യാം. അതിന് ഷോപ്പൊന്നും ഒരു വീട്ടിൽ തന്നെ നിങ്ങൾ സെറ്റ് ചെയ്യാം. 10% ബിസിനസ് വോളിയത്തിന്റെ 10% നിങ്ങളുടെ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 1 ലക്ഷം രൂപയുടെ ബിസിനസ് ഒക്കെ നടന്നാൽ ആവറേജ് നമുക്കൊരു 4,000 രൂപയൊക്കെ നിങ്ങൾക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ പറ്റും ഷോപ്പിലൂടെ മാത്രം. പിന്നെ HH മാർട്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്, ഒരു പ്രോജക്ട്. ആ ഒരു എടുക്കുവാണെങ്കിൽ 5 ലക്ഷം രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്, പ്ലസ് 1000. മിനിമം 20%, മാക്സിമം 29 വരെ വരും. നിങ്ങൾ ചെയ്യുന്ന ബിസിനസിന്റെ സ്ലാബ് അനുസരിച്ചാണ്. 20% മിനിമത്തിൽ നിങ്ങൾക്ക് റിട്ടേൺസ് കിട്ടുന്നുണ്ടാവും. 1 ലക്ഷം രൂപയ്ക്ക് ഒരു ആവറേജ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഒരു 8,000 രൂപയൊക്കെ നിങ്ങൾ 8% വരെയൊക്കെ 1 ലാഖിന്റെ 8% ഹോം ഷോപ്പിന് ഡബിൾ നിങ്ങൾക്ക് ഇൻകം ആയിട്ട് കിട്ടുന്നുണ്ടാവും റിട്ടേൺസ്. അപ്പൊ ഇതാണ് നമ്മുടെ അവൈലബിലിറ്റി കിട്ടുന്ന ഇത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നല്ലൊരു കോമ്പൻസേഷൻ പ്ലാൻ വളരെ വളരെ ബെറ്റർ പ്ലാൻ ആണ്. ഇന്ന് ഇൻഡസ്ട്രിയിൽ ഏതൊരു കമ്പനിയായിട്ട് നമ്മള് കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ നമ്മൾ മുന്നിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് ശരിക്കും ഇത് നല്ല രീതിയിൽ ഇതിനെ പറ്റി പഠിക്കുക, പ്ലാന് വ്യക്തമായിട്ട് പഠിക്കുക. ആര് വന്നാലും നമുക്കത് പറഞ്ഞു കൊടുക്കാം, വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അപ്പൊ ഞാനിവിടെ കസ്റ്റമർ റീറ്റെയിലർ ബെനിഫിറ്റ്സ് പറഞ്ഞു, നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് പറഞ്ഞു, നമ്മുടെ അവൈലബിലിറ്റി സെന്റേഴ്സിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അത് വളരെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. കേട്ടവർ വീണ്ടും കേട്ടാൽ നമുക്കതിൽ കൂടുതൽ അറിവുണ്ടാക്കാം. പുതിയ ആളുകൾക്ക് ഫസ്റ്റ് ടൈം ആയിരിക്കാം. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഇന്നത്തെ സെഷൻ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. വൈൻഡ് അപ്പ് ചെയ്യണ സെഷൻ. ഹാവ് എ നൈസ് ഡേ.